പ്രൈസ് ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരും ഒരു പ്രാവശ്യത്തോട് വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം നമ്മൾ ഒന്നിച്ച് കേൾക്കാൻ പോവുകയാണ്. അതിന് മുന്നേ നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് ചേർത്ത് പ്രാർത്ഥിക്കാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നന്ദിയോടുകൂടി സ്തോത്രമപ്പ. അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായി ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു. പിന്നെയും ഞങ്ങൾക്ക് വിൻ ഫോർ ജീസസിൻ്റെ ഒരു പുതിയ സെഷനുമായി കടന്നു കൊണ്ടോടുന്നു ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. നിൻ്റെ സന്നിധിയിലെ കടികളെല്ലാം മുറ്റുമായി സമർപ്പിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുനിന്ന് ഈ വീഡിയോ കാണുന്ന ഓരോ നിൻ്റെ മക്കളെ അനുഗ്രഹിക്കണം. പ്രത്യേകമായി ഞങ്ങളുടെ നടുവിലേക്ക് അവിടുന്ന് കൂട്ടിക്കൊണ്ടുവന്ന അവിടുത്തെ മകൾക്കായി സ്തോത്രം. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ അനുഗ്രഹത്തിന് ബലത്തിന് കാരണമായി തീരുവാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കുടവശങ്ങളെ ക്ഷമിച്ച് ദൈവമഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടണം. സിസ്റ്റർ നെറ്റ്വർക്ക് എല്ലാം കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നുണ്ട്. സ്തോത്രം. ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചാട്ടെ. യേശു പോലും താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. അമേൻ, അമേൻ, അമേൻ. ഇന്ന് നമ്മളോടൊപ്പം തൻ്റെ അനുഭവങ്ങൾ പങ്കുവെക്കാൻ എത്തിയത് കാനഡയിൽ നിന്ന് പ്രിയ സിസ്റ്റർ ഡിനിയാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ സെക്ഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. പ്രൈസ് ലോർഡ്. കേൾക്കാമല്ലോ അല്ലയോ? കേൾക്കാം. ഓക്കെ. കാനഡയിൽ ഏത് സ്ഥലത്താ? ടൊറന്റോയിൽ ഹാമിൽട്ടൺ എന്ന് പറയും. ഓക്കെ. നാട്ടിലെവിടെ ജനിച്ചു വളർന്നതൊക്കെ? നാട്ടില് പുനലൂരാണ് ജനിച്ചു വളർന്നത്. ശരിക്കും കറവൂരെന്ന് പറയും. കൂടുതലും പുനലൂരായിരുന്നു. ഞാൻ വന്മള എന്ന് പറയുന്ന സ്ഥലത്താണ് കൂടുതലും. അതെ, ഞങ്ങൾ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ ഞങ്ങൾ സംസാരിച്ച്, അന്നേരം ഞാനും സിസ്റ്റർ ഒരു സ്ഥലത്ത് പുനലൂർ ഞങ്ങളുടെ ഒരു സ്ഥലത്താണ്. സാധാരണ റാന്നിക്കാർ വരുമ്പോൾ എനിക്ക് വലിയ സന്തോഷം ഉണ്ടാകാറുള്ളത് പോലെ ഇന്ന് സാൻഡിയുടെ ദിവസമാണ്. അതെ സിസ്റ്റർ, അന്നേരം നമുക്കൊന്ന് പരിചയപ്പെടുത്താം. വീട്ടിൽ ആരൊക്കെയുണ്ട് അതൊക്കെ ഒന്ന് പറയാം. എനിക്ക് പപ്പ, മമ്മി, എനിക്കൊരു സിസ്റ്ററുണ്ട്, ഒരു ബ്രദറുണ്ട്. പിന്നെ ഞാനാണ് മൂത്തത്. എൻ്റെ സിസ്റ്റർ രണ്ടാമത്തെ ആൾ, മൂന്നാമത്തത് എനിക്കൊരു ബ്രദറാണുള്ളത്. ഞാൻ മൂത്തതാണെങ്കിൽ രണ്ടാമത്തെ മോള് ജനിക്കുന്ന സമയത്ത്, അന്നത്തെ സമയം പഴയ കാലം ആയതുകൊണ്ട് അവളെ വീട്ടിലാണ് മമ്മി ഡെലിവറി ചെയ്തത്. അപ്പോൾ ഈ മിഡ് വൈഫ്സൊക്കെ വന്നാണ് മമ്മിയുടെ ഡെലിവറി എടുത്തത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് മമ്മി ഡെലിവറി ആയി കിടക്കുന്നത്. ഞാനിപ്പോൾ കുഞ്ഞാണ് ചെല്ലുമ്പം അവൾ കുഞ്ഞ് കരഞ്ഞില്ല. മമ്മിക്ക് എന്തോ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പം മമ്മിക്ക് ബ്ലീഡിങ് ആയിരുന്നെന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ കുഞ്ഞിനെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അവൾ കുറേ നേരം കരയാതെ അങ്ങ് കടന്നുപോയി. മമ്മി എല്ലാവരും ശ്രദ്ധിച്ചതുകൊണ്ട്, കുഞ്ഞിനെ ശ്രദ്ധിക്കാതെ അങ്ങനെ കടന്നതുകൊണ്ട് അവൾക്ക് ആ ഓട്ടം തലയിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ നടക്കാതെ പോയതുകൊണ്ട് അവളുടെ ആ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് ബാധിച്ചു. അങ്ങനെ അവളൊരു ശരിക്കും മെൻ്റൽ റിട്ടാർഡഡ് എന്നുള്ള ഒരു പേരിലാണ് ആ കുഞ്ഞിപ്പോൾ ആയിരിക്കുന്നത്. പക്ഷേ അവൾ ഏറ്റവും മിടുക്കിയായ കുഞ്ഞായിരുന്നു. അവളെ ഒരുപാട് ഹോസ്പിറ്റലൊക്കെ ഞങ്ങൾ കൊണ്ട് കാണിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ അവൾക്കൊരു വിടുതലുണ്ടെന്നൊക്കെയാണ് നമുക്ക് എപ്പോഴും കാണുന്നത്. അവൾ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷേ മെയിൻലി മമ്മിയായിരുന്നു അവളെ നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് നാൾ അവർ റോട്ടറി ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവളെ 8 വയസ്സ് വരെ അവളെ നോക്കി. അതിനുശേഷം മമ്മിക്ക് വിഷമം കൊണ്ട്, പേരൻസിനോട്ടും തന്നെ അവളെ വിട്ടിട്ട് നിൽക്കാൻ ഉള്ള വിഷമം കൊണ്ട് അവളെ വീട്ടിൽ തന്നെ മമ്മിയും പപ്പയും നോക്കുമായിരുന്നു. പിന്നെ ഈ ഇടയായിട്ട് പപ്പയും മമ്മിയും ഇപ്പം ഇച്ചിരി ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ് ഒക്കെ വന്നപ്പം ബ്രദർ US-ലാണ്. അപ്പോൾ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകുന്ന ഒരു സമയവും പിന്നെ അവരുടെ ഏജിൻ്റെ പ്രോബ്ലം ഒക്കെ വെച്ചിട്ട് അവളെ ഒരു സ്കൂളിലേക്കാക്കി. അങ്ങനെ അവളുടെ കാര്യം ഇപ്പോൾ അവൾ ആ സ്കൂളിലാണ് ആയിരിക്കുന്നത്. മമ്മിയും പപ്പായും നാട്ടിലാണ്. അവർ കുറച്ച് നാൾ US-ലൊന്ന് വന്നായിരുന്നു. എൻ്റെ ബ്രദർ ടെക്സസിലാണ് താമസിക്കുന്നത്. ബ്രദർ, വൈഫ്, 3 കുഞ്ഞുങ്ങൾ. ഇതാണ് ഞങ്ങളുടെ കുടുംബത്തിൽ. ഓക്കെ സിസ്റ്റർ, എന്നിട്ട് വിവാഹം കഴിച്ചയച്ചത് അവിടുത്തെ ഫാമിലിയുടെ കാര്യമൊക്കെ പറയാം. എന്നെ വിവാഹം കഴിച്ചത് കൊട്ടാരക്കര ആനയം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. എനിക്ക് ഒത്തിരി ചോദിച്ച ആനയത്തെ കാര്യങ്ങൾ എനിക്ക് അത്ര അറിയില്ല. എങ്കിലും അവിടെ ഞാൻ കുറച്ച് നാളെ ഉണ്ടായിരുന്നുള്ളൂ. ആനയത്തുനിന്ന് ഒരുപാട് ദേവദാസന്മാർ, നിങ്ങൾക്കറിയായിരിക്കും, ഒരു ബൈബിൾ കോളേജൊക്കെ ഉണ്ട് കൊട്ടാരക്കരയിൽ. അവരൊക്കെ ബന്ധുക്കളും ഒക്കെയാണ്. അപ്പോൾ അവിടെ എൻ്റെ ഹസ്ബൻഡ്, അവരുടെ കുടുംബത്തിൽ 9 പേരാണ്. അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ 5 സിസ്റ്റേഴ്സും 3 ബ്രദേഴ്സും. എന്ന് വെച്ചാൽ 2 ബ്രദേഴ്സും ആണുങ്ങളും 3 പേര്, ഹസ്ബൻഡിന് 2 ബ്രദേഴ്സ്, 5 സിസ്റ്റേഴ്സും ഉണ്ട്. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളിവിടെ വരുന്ന സമയത്താണ് അപ്പച്ചൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. പക്ഷേ അമ്മച്ചി അതിനുശേഷം 2022 ആ സമയത്ത് അമ്മച്ചി ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ അമ്മച്ചി ഇപ്പോൾ ഇല്ല, അപ്പച്ചനും ഇല്ല. പിന്നെ 5 സഹോദരങ്ങളാണുള്ളത്, സിസ്റ്റേഴ്സ്. 5 പേരും US-ലുണ്ട്.
പിന്നെ ബ്രദർ രണ്ടുപേരും US-ലുണ്ട്. സിസ്റ്റർ ജനിച്ചു വളർന്ന ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒരു വിശ്വാസ പെന്റിക്കോസ്റ്റൽ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നോ? എങ്ങനെയായിരുന്നു ബാക്ക്ഗ്രൗണ്ടൊക്കെ? എൻ്റെ പപ്പായും മമ്മിയും ആയിരുന്നു. അവരും ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും പെന്തക്കോസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെയായിരുന്നു. പക്ഷേ പപ്പ അതിനുശേഷം, അതാ ഞാൻ പറയാൻ വന്നത്, പപ്പ അതിനുശേഷം ബഥേൽ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. പപ്പ പാസ്റ്ററായിട്ട് കുറേ നാൾ കഴിഞ്ഞ് പപ്പായ്ക്ക് ഏജിൽ പ്രോബ്ലംസ് ഒന്നും വരുന്നതിന് മുൻപ് തന്നെ പപ്പ പഠിച്ചത് ബഥേൽ ബൈബിൾ കോളേജിൻ്റെ കണക്ഷനിൽ അവിടെ പാസ്റ്ററായിട്ട് തന്നെ ഉണ്ടായിരുന്നു. മീൻസ് അഞ്ചൽ ഏരിയയിലൊക്കെ ആയിരുന്നു ലാസ്റ്റ് പപ്പ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭ. ശരി. അപ്പോൾ ചെറിയ പ്രായം മുതലുള്ള അനുഭവങ്ങൾ സിസ്റ്റർ പറയാം കേട്ടോ. ഓക്കെ, ചെറിയ പ്രായം എല്ലാ അനുഭവങ്ങളും പറയാം, ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കത്തുള്ളൂ. താങ്ക് യു. ഞാൻ എൻ്റെ പപ്പയുടെ വീട്ടിലാണ് കൂടുതൽ ജനിച്ച് വളർത്തപ്പെട്ടത്. കൂടുതലും എൻ്റെ അമ്മച്ചിയുമായിട്ടായിരുന്നു ഞാൻ കൂടുതൽ കണക്റ്റഡായിട്ട് വളർന്നത്. എൻ്റെ പപ്പയുടെ അമ്മച്ചി വന്മളയിലാണ് അമ്മച്ചി അവിടെയായിരുന്നു. അപ്പം അമ്മച്ചിയുടെ 2 കൊച്ചുമക്കളാണ് കൂടുതൽ അടുത്ത് വളർന്നത്. അതിലൊരാൾ ഞാനായിരുന്നു. അമ്മച്ചിയുടെ ജീവിതാനുഭവങ്ങളും അമ്മച്ചിയുടെ പ്രാർത്ഥനാ ശൈലികളും അമ്മച്ചിയുടെ എല്ലാ കാര്യങ്ങളും, അമ്മച്ചിയുടെ വസ്ത്രധാരണ പോലും, അമ്മച്ചിയുടെ അടുക്കും ചിട്ടയും വൃത്തിയും കാര്യങ്ങളും ജീവിതത്തിലെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒപ്പിയെടുത്തു എന്ന് വേണം പറയാനായിട്ട്. അതൊക്കെ ചിന്തിക്കുമ്പം ഒത്തിരി ഓർമ്മകളുണ്ട്. അമ്മച്ചി എപ്പോഴും 2 മണിക്കും 1 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ കൂടുതലും അമ്മച്ചിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അമ്മച്ചിയുടെ മുറിയിലായിരിക്കും കിടക്കുന്നത്. അമ്മച്ചിയുടെ ഓപ്പോസിറ്റ് ഒരു ബെഡ് ഇട്ടിട്ടുണ്ട്, അമ്മച്ചിയുടെ ബെഡിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ആ ബെഡിലായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. അപ്പോൾ ഈ അമ്മച്ചി 2 മണിക്കൊക്കെ പ്രാർത്ഥിക്കുന്നത് കേൾക്കാം. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അമ്മച്ചി എന്തിനാ ഇത്രയും രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? അപ്പം മക്കളുടെ എല്ലാം പേര് പറഞ്ഞ അമ്മച്ചി പ്രാർത്ഥിക്കുന്നത്. എന്നാലും അമ്മച്ചി അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അമ്മച്ചി ഇപ്പോൾ ചർച്ചിലാണെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ തലേ ദിവസമേ അമ്മച്ചി എല്ലാം പ്രിപ്പയർ ചെയ്യും. മക്കളെ ഇത് ശരിയാക്കിയിട്ട് എന്ന് പറഞ്ഞ് എല്ലാം തേച്ച് നല്ല വൃത്തിയായിട്ട് അമ്മച്ചി എവിടെ പോയാലും നല്ല രീതിയിൽ വസ്ത്രധാരണ ചെയ്ത്, അമ്മച്ചിയെ കണ്ടാൽ തന്നെ ഒരു പ്രത്യേക ഒരു ലുക്കാണ് അമ്മച്ചി പോകുന്ന കാണുമ്പോൾ തന്നെ. എന്നാൽ ആ പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടോ ഒരു കംപ്ലയിൻസ് ഒന്നും അമ്മച്ചി ആരോടും പറയുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അമ്മച്ചിക്ക് ആഹാരം കൊടുത്താൽ അമ്മച്ചി അതിൻ്റെ ഒരു പങ്ക് ആർക്കാണ് അവിടെ ഉള്ളത് അമ്മച്ചി കൊടുക്കാതെ കഴിക്കാറില്ല. പിന്നെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ, ദേവദാസന്മാർ വന്നാൽ അവരെ ശുശ്രൂഷിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കണ്ണ് നിറഞ്ഞു പോയിട്ടുണ്ട്. കുഞ്ഞായിരുന്നു എങ്കിലും ഞാൻ കൊടുക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ പപ്പയും മമ്മിയും അങ്ങനെ തന്നെയാണ്. പക്ഷേ അമ്മച്ചിയുടെ കൂടെ കൂടുതൽ കുഞ്ഞു പ്രായം വളർന്നപ്പം ആ കുഞ്ഞു പ്രായത്തിൽ കണ്ടത് എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തു. അപ്പോൾ ഈ അമ്മച്ചി ദേവദാസന്മാർ വരുമ്പോൾ ചില സമയത്ത് അമ്മച്ചിയുടെ കയ്യിൽ മണി കാണത്തില്ല, പൈസ കയ്യിൽ എടുക്കാൻ കാണത്തില്ലെങ്കിൽ അമ്മച്ചി പെട്ടെന്ന് അടുത്തുള്ള വീട്ടിൽ എന്നെ വിട്ടിട്ട് പറയും, മോള് പോയി കുറച്ച് പൈസ വാങ്ങിച്ചുകൊണ്ട് വാന്ന് പറയും. ഞാൻ ചെന്ന് പറയും, പാസ്റ്റിന് കൊടുക്കാനാ എന്ന് പറഞ്ഞ് ആൻറ്റിയോട് ചോദിച്ചുകൊണ്ട് വാന്ന് പറയും. അപ്പോൾ ആൻറ്റിയോട് ചോദിച്ച് ഞാൻ പൈസ കൊടുത്തിട്ട് പാസ്റ്റർ ആരും കാണാതെ പാസ്റ്റർമാർക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ആഹാരങ്ങൾ, പാല്, മുട്ട, വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളല്ലാതെ അമ്മച്ചി നല്ല ആഹാരമൊന്നും അല്ലാതെ ഒന്നും കൊടുക്കുന്നത് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഈ ഒരുപാട് നല്ല കാര്യങ്ങൾ എന്നെ വൃത്തി എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു. കോർഡിനേറ്റഡായിട്ട് എങ്ങനെ ജീവിക്കണം എന്നൊക്കെ അമ്മച്ചിയുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൂടെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതെന്നെ ജീവിതത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിയുടെ പ്രാർത്ഥന ലൈഫാണ് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത്. അതാണ് എന്നെ ഇത്രത്തോളം നടത്താൻ ദൈവം സഹായിച്ചത്. പ്രാർത്ഥനയിലും അമ്മച്ചിക്ക് എപ്പോഴും ആഗ്രഹം ഉണ്ടായിരുന്നു നല്ല രീതിയിൽ പഠിക്കണം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അമ്മച്ചി മരിച്ചു. ഞാൻ പപ്പയുടെ കൂടെയായിരുന്നു. പപ്പ എന്നെ ഒരു പ്രാവശ്യം 10ാം ക്ലാസ് കഴിഞ്ഞപ്പം 7 ദിവസം ഉപവസിക്കാനായിട്ട്, അങ്ങനെ ഉപവാസ കാര്യങ്ങളിൽ പപ്പായും എൻ്റെ വീട്ടിൽ പപ്പയുടെ പ്രാർത്ഥനയും പപ്പ പോകുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഞാൻ നഴ്സിങ്ങിന് പോയി. 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നഴ്സിങ്ങിന് പോയി. അവിടെ ചെല്ലുമ്പം എൻ്റെ കൂടെയുള്ള കൂട്ടുകാരുടെ മധ്യത്തിൽ പ്രാർത്ഥനയ്ക്ക് പറയുമ്പം അവർ എന്നെ ആയിരുന്നു കൂടുതൽ വിളിക്കുന്നത് പ്രാർത്ഥിക്കാൻ. എക്സാമിന് പോകുന്നതിന് മുൻപേ എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കാൻ. പക്ഷേ അന്നും ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്താണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും. ദൈവം തിരഞ്ഞെടുക്കുന്ന തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല.
ഒന്നുമില്ല, തന്നെ മാനിക്കുന്നവരെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. പക്ഷേ ചെറിയ പ്രായത്തൊക്കെ ഞാൻ വലിയ പഠിക്കാൻ വലിയ മിടുക്കിയോ ഒന്നും അല്ല, ഇതെൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ്, ഒന്നും അല്ലായിരുന്നു. പല സ്ഥലങ്ങളിലും മാറ്റി നിർത്തപ്പെട്ട ഒരവസ്ഥയൊക്കെ എൻ്റെ ജീവിതത്തിൽ തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിൽ മറ്റുള്ളവരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല മിടുക്കരായിട്ടുള്ളവരുടെ മുമ്പിലാണ് ഞാൻ വലിയ പഠിക്കാൻ വലിയ ഇതില്ലാതെ വലിയ ബുദ്ധിയും ഒന്നും ഞാൻ അങ്ങനെ പ്രകടിപ്പിച്ചിട്ടില്ല. ചെറിയ പ്രായത്തിൽ പഠിക്കുമായിരുന്നു, എവിടെയൊക്കെയോ ഞാൻ ഇച്ചിരി പഠിക്കാൻ ഇച്ചിരി ലേസിനെസ് കാണിച്ചു, ഇച്ചിരി ബുദ്ധിക്ക് കുറവുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പല സാഹചര്യങ്ങളിലും. പക്ഷേ അങ്ങനെയൊക്കെ ആയിരുന്നപ്പോഴും നഴ്സിങ്ങിന് വന്ന് ആ ഒരു സാന്നിധ്യത്തിൽ വന്നപ്പം എനിക്ക് സെക്കൻഡിൽ തിയറി എക്സാമിൽ സെക്കൻഡ് കിട്ടുവാനിടയായി. അങ്ങനെ അവിടെയൊക്കെ ദൈവം എന്നെ ഉയർത്തുന്നതായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാരണം ഇൻ ദ ബിഗിനിങ്, ആ തുടങ്ങുന്ന സമയത്ത് ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി. കാരണം അതുവരെ നമ്മൾ മലയാളത്തിലൊക്കെ അല്ലേ പഠിച്ചു വന്നത്, പെട്ടെന്ന് വന്ന് ഇംഗ്ലീഷിലേക്ക് മുഴുവൻ ട്രാൻസ്ഫർ ആയപ്പോഴത്തേനും ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നിയായിരുന്നു. എങ്ങനെ പഠിച്ചെടുക്കും, അനാട്ടമി ഫിസിയോളജി ഒക്കെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ പക്ഷേ അവിടെ ദൈവത്തിൻ്റെ ഒരു വലിയ കരുതൽ. അപ്പോൾ അവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ MD ഒക്കെ എന്നോട് ചോദിച്ചു, യു ആർ ദ സെക്കൻഡ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കന്ന് ഭയങ്കര അതിശയം തോന്നി. പക്ഷേ അവിടെയൊക്കെ ദൈവം നടത്തുമായിരുന്നു. അപ്പം മമ്മി എന്നോട് ചോദിച്ചിട്ടുണ്ടെടി, നീ ഇപ്പം നിനക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് മമ്മി എന്നോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ചെറിയ 10th എനിക്ക് മാർക്കൊക്കെ വളരെ ആ ഒരു ബോർഡർ ലൈനിലൊക്കെ ആയിരുന്നു എൻ്റെ മാർക്കുകൾ. അങ്ങനെ ദൈവം എന്നെ അങ്ങനെ ഒന്നൊന്നായിട്ട് മുന്നിൽ കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുമ്പം അവിടെ തുടക്കത്തിൽ നമുക്ക് പ്രിലിമിനറി ആയിട്ട് നമ്മളെ ക്ലിനിക്കലിലൊക്കെ വിടുമല്ലോ. അപ്പോൾ വിടുന്ന സമയത്ത് എനിക്ക് വാർഡിൽ എന്നെ അറ്റാച്ച് ആകുന്നില്ല, എന്തോ എനിക്ക് അങ്ങനെ തോന്നി തുടങ്ങി. വാർഡിലൊന്നും എനിക്ക് പേഷ്യൻസുമായിട്ട് അങ്ങോട്ട് എനിക്ക് അങ്ങനെ ഒരു ആ ഒരു നിലവാരത്തിലല്ല എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ആ ഒരു ആസ്പിറേഷൻ അവിടെ അല്ല എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ OR ചെന്നു. ഓപ്പറേറ്റിംഗ് റൂമിൽ ചെല്ല് കഴിയുമ്പം അവിടുത്തെ MD എന്നോട് പറഞ്ഞു, ഓർത്തോ സർജൻ എന്നോട് പറഞ്ഞു, നീ പോയി സ്ക്രബ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. എനിക്ക് എങ്ങനെ സ്ക്രബ് ചെയ്യണമെന്നൊന്നും അറിയില്ല. പക്ഷേ അവിടുത്തെ ഒരു നഴ്സിനോട് പറഞ്ഞു അവളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ സ്ക്രബ് ചെയ്ത് അകത്ത് വരുമ്പോൾ ആദ്യം കാണുന്നത് ആംപ്യൂട്ടേഷൻ സർജറിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഒരു ബിലോനി ആംപ്യൂട്ടേഷൻ ഓർ എബോനി ഐക്കുഡിൻ്റെ, എനിക്ക് അത് ഇത്രയും ഓർമ്മിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് ബ്ലീഡിങ് ആയിരുന്നു, ഭയങ്കരമായിട്ട് ബ്ലീഡ് ചെയ്യുക. അപ്പോൾ എൻ്റെ അടുത്ത് MD ചോദിച്ചു, ഓർത്തോ സർജൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഹോസ്പിറ്റലിൻ്റെ MDയും കൂടെയാണ് എന്നോട് ചോദിച്ചു, നിനക്ക് തല കറങ്ങുന്നുണ്ടോ ഇത് കണ്ടിട്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല. ഓ, യു ആർ ദ പെർഫെക്റ്റ് പേഴ്സൺ ഫോർ OR എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി എന്നെ അത് ദൈവം ഓരോരുത്തരത്തേക്ക് തിരഞ്ഞെടുക്കുകയായിരുന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഡോക്ടർ, ആ MD തന്നെ ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഐ നീഡ് ഹർ ഫോർ OR എന്ന് പറഞ്ഞു. ആ MD തന്നെയാണ് ഞങ്ങളുടെ പ്രിൻസിപ്പളിനെ വിളിച്ച് പറയുന്നത്, ഇവളെ എനിക്ക് ORലേക്ക് വേണം. ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ അടുത്ത് പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു, നിന്നെ ORലേക്ക് സെലക്ട് ചെയ്തു. ഞാൻ അറിയുന്ന പോലുമില്ല എൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് സെലക്ട് ആവുന്നത്. അങ്ങനെ ORലേക്ക് എന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ സ്റ്റാഫ് ഇങ്ങനെ അവരെ ഓരോരുത്തരത്തേക്ക് പിന്നെ ബോണ്ട് പീരീഡിലേക്ക് അങ്ങനെ ആക്കുമ്പോഴത്തേനെ എന്നെ ORലേക്ക് അവർ സെലക്ട് ചെയ്ത് വിട്ടത്. അങ്ങനെ ORൽ തന്നെ ഞാൻ ചെയ്തു. അവിടെ കുറേ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി. 2 years അവിടെ നിന്നു. അതിനുശേഷം എനിക്ക് വെളിയിലേക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എൻ്റെ പലരോടും റിലേറ്റീവ്സിനോടൊക്കെ പറഞ്ഞപ്പോഴും എന്നോട് പറഞ്ഞു, മാരേജ് കഴിയുന്നതിന് മുമ്പ് നീ എങ്ങും പോവണ്ട, നാട്ടിൽ തന്നെ നിന്നാൽ മതി. അങ്ങനെ ഞാൻ ഡൽഹി തന്നെ ജോലി ചെയ്യാനിടയായി തീർന്നു. ജോലി ചെയ്തതിന് ശേഷം അവിടെ ലുധിയാന മെഡിക്കൽ കോളേജിലാണ് ഞാൻ പിന്നെ ലാസ്റ്റ് ജോലി ചെയ്യുന്നത്. പലയിടത്ത് ജോലി ചെയ്തതിന് ശേഷം ലുധിയാന മെഡിക്കൽ കോളേജ്. അവിടെ വരുമ്പം അവിടെ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു, പ്രാക്ടിക്കൽ എക്സാമും ഉണ്ടായിരുന്നു ഈ എൻട്രൻസിന് വേണ്ടി, ഇവിടെ ഒരു സ്റ്റാഫ് റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ 70 പേര് അവിടെ വന്നു. അപ്പോൾ 70 പേര് വന്നതിൻ്റെ അവിടെ വന്നപ്പോൾ അവിടെ റിട്ടൺ ടെസ്റ്റ് കൊടുത്ത എക്സാം തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ, ഞാൻ എങ്ങനെ ഇതിനകത്ത് പാസ്സാകും? എനിക്ക് പാസ്സാകാൻ യാതൊരു നിവൃത്തിയില്ല. ഇതിനകത്ത് പാസ്സാകാതെ ആ മെഡിക്കൽ കോളേജിൽ ജോലി കിട്ടത്തില്ല. അവിടെയാണ് റെപ്യൂട്ടഡ് ആയിട്ടുള്ള നല്ലൊരു ഹോസ്പിറ്റൽ. അപ്പം ഞാൻ ബിഫോർ മാരേജ് അതുവരെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം വേണം എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാകുമെന്നൊന്നും അറിയാത്തൊരവസ്ഥയില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയാണ് കാര്യങ്ങൾ? കുറേയൊക്കെ എന്നെ കൊണ്ട് പഠിക്കുന്ന പോലെ പഠിച്ചു. പക്ഷേ ഞാൻ എക്സാം എഴുതി. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ സിസ്റ്ററും എൻ്റെ കസിൻ സിസ്റ്ററും ബ്രദറും ആയിരുന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ രണ്ടും നോക്കാൻ പോകത്തില്ല, നിനക്കൊന്നും കിട്ടിക്കാണത്തില്ല, നിനക്ക് കിട്ടുമോ എന്ന് ഞങ്ങൾക്ക് ഉറപ്പുമില്ല. അപ്പം വേറൊരു ആൻറ്റി എനിക്ക് വേണ്ടി പോയി നോക്കാനായിട്ട്. അവർക്ക് പേടിയായിരുന്നു, ഞാൻ കിട്ടിയില്ലെങ്കിൽ വിഷമാവുമല്ലോ എന്ന്.
അവിടെ വർക്ക് ചെയ്യുന്ന വേറെ ആൻറ്റി അവിടെ ചെന്നിട്ട് പറഞ്ഞു, നോക്കിയപ്പം പറഞ്ഞു എൻ്റെ നമ്പർ 70 പീപ്പിളാണ് എക്സാം എഴുതി, എൻ്റെ നമ്പർ എവിടെയാണെന്ന് അറിയുമോ ജെസ്സിന്ന് ചോദിച്ചപ്പം പറഞ്ഞു നമ്പർ 1 ആണ് എൻ്റെ. അതിനകത്ത് 15 പേരെ സെലക്ട് ചെയ്തതിനകത്ത് 1ാമത്തെ നമ്പറായിരുന്നു എൻ്റെത്. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിശയായി, എങ്ങനെ എനിക്ക് 1ാമത്തെ ലിസ്റ്റിൽ വന്നത്, എക്സാം എഴുതിയ ആദ്യത്തെ ലിസ്റ്റിലാണ് എൻ്റെത് വരുന്നത്, ആദ്യത്തെ നമ്പർ ഞാൻ ഡിനി ജോൺ കുട്ടി എന്നുള്ള പേരാണ് ആദ്യത്തെ വരുന്നത്. അങ്ങനെ അവരെല്ലാം പറഞ്ഞു ഇത് എങ്ങനെയാണ് സംഭവിച്ചു. അവർക്ക് തന്നെ അതിശയമായി, കാരണം ഞാൻ പഠിക്കാൻ അത്ര എക്സലൻ്റ് ഒന്നും അല്ല, ഞാൻ വളരെ പൂവറാ, ശരിക്കും പറഞ്ഞാൽ പൂവറാ. അപ്പോൾ പിന്നെ പ്രാക്ടിക്കൽ എക്സാമിനും വിളിച്ചു, പ്രാക്ടിക്കലായിട്ട് ചെയ്യാനായിട്ടും വിളിച്ചു, ഓറലിന് വിളിച്ചു. അങ്ങനെ ഓറലിനും കഴിഞ്ഞു. ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ആദ്യത്തെ ദിവസം ചെല്ലുമ്പം ഡോക്ടർ എബ്രഹാം എന്ന് പറഞ്ഞൊരു ഡോക്ടർ അവിടെ അനസ്തീഷ്യയിൽ ഫസ്റ്റായിട്ട് മീൻസ് ഹെഡായിട്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പം എബ്രഹാം ഡോക്ടറും വൈഫും അവിടെ തന്നെ വർക്ക് ചെയ്യുക. അവിടെ ചെന്നപ്പോഴും ഡോക്ടർ എന്നെ ആദ്യം വന്ന് മീറ്റ് ചെയ്തും പറഞ്ഞു യു ആർ ഡിനി, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എല്ലാവരും എന്നെ നോക്കുക, ഞാൻ ഏതാണ്ട് MD പ്രോഗ്രാമൊക്കെ കഴിഞ്ഞൊരു ഡോക്ടറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന പോലെ എന്നെ എല്ലാവരും അങ്ങ് വെൽക്കം ചെയ്യുക, എന്നെ പുകഴ്ത്തുകയൊക്കെ ചെയ്യുക. പക്ഷേ എനിക്ക് അന്നേരം ഒന്നും പറയാനില്ല, കാരണം എനിക്കായിട്ടൊന്നും പറയാനില്ല, എൻ്റെ ദൈവം എന്നെ അത്രയും കൊണ്ടുവന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവിടെ ഒരു 2 വർഷം നിന്നു. 2 വർഷത്തിന് ശേഷം ഞാൻ ആ സമയത്താണ് എൻ്റെ മാരേജ് നടക്കുന്നത്. 2001 എൻ്റെ ഞങ്ങളുടെ മാരേജ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാരേജ് കഴിഞ്ഞെങ്കിലും കുറച്ച് നാളും കൂടെ 1 വർഷം കൂടെ അവിടെ നിന്നു. 1 വർഷത്തിന് ശേഷം പിന്നെ അപ്പച്ചനെ നോക്കാൻ ആരുമില്ല, ഹസ്ബൻഡിൻ്റെ ഫാദറിനെ നോക്കാൻ ആരുമില്ലാത്തത് കൊണ്ട് നാട്ടിലേക്ക് വന്നിട്ട് പിന്നെ അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു. അതിനിടയ്ക്ക് എനിക്ക് മോനുണ്ടായി, മൂത്ത മോന് സ്റ്റാൻലി. അവന് ആ സമയത്ത് ഹസ്ബൻഡ് ദുബൈയിൽ നിന്ന് വന്നു പോയി. അതിനുശേഷം ഞാൻ അപ്പച്ചൻ്റെ കൂടെ അവിടെ ഏകദേശം ഒരു 1.5 വർഷത്തോളം ഞാൻ നിന്നു. അതിനുശേഷം ഞാനിങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വന്നു. കാരണം ഈ 1.5 വർഷം ഞാൻ നിൽക്കുമ്പോൾ ജോലിയില്ല, ഒരു ഹോപ്പുമില്ല, കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങനെ അപ്പച്ചനെ നോക്കി. ഞാൻ ആക്ച്വലി എൻ്റെ വീട്ടിൽ വെച്ച് ഞാൻ മാർക്കറ്റിൽ പോവുക, സാധനം വാങ്ങിക്കുക ഒന്നും പോയിട്ടില്ല. പക്ഷേ ആ സമയത്ത് അപ്പച്ചനെ നോക്കേണ്ടതായിട്ടൊരു ലിറ്ററലി അപ്പച്ചൻ അങ്ങ് സിക്കായി. അപ്പോൾ അപ്പച്ചനെ ക്ലോസ് ആയിട്ട് നോക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ അപ്പച്ചനെ ക്ലോസ് ആയിട്ട് മീൻസ് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് അപ്പച്ചനെ നോക്കി, അവിടെയുള്ള പ്രെയർ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്ത് മോനെ നോക്കി ഒക്കെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മനസ്സിനകത്ത് ഒത്തിരി ഭാരം വന്നു. ഞാൻ പഠിച്ചതാണല്ലോ കർത്താവ്, എങ്ങും എനിക്കൊന്നും കിട്ടുന്നില്ല, ഹസ്ബൻഡിനെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ഹസ്ബൻഡ് ആ വാതിലുകളെല്ലാം അങ്ങ് അടച്ചു വെച്ചതുപോലെ എനിക്ക് തോന്നി. അപ്പം ഇങ്ങനെ പലരും എന്നോട് ചോദിച്ചു, നിൻ്റെ നഴ്സിംഗ് പഠിച്ചെടുത്തു, നിനക്ക് INC ഒന്നും ഇല്ലാത്തടത്താണോ നീ പഠിച്ചത്? പക്ഷേ ഇത്രയും കൊണ്ടുവന്ന ദൈവം അവിടെ വന്ന് എൻ്റെ മുമ്പിൽ ഒരു സംശയം കൊണ്ടിടുക, ഇനി മുന്നോട്ട് എനിക്ക് വഴികളൊന്നും ഇല്ല എന്നൊക്കെയുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വരിക. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുകയും ഡിസ്കറേജ്ഡ് ആകുകയും മനസ്സിന് പ്രയാസം ഉണ്ടാവുകയൊക്കെ ചെയ്തു. പക്ഷേ അവിടെ നിന്ന് ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നീ BSc നഴ്സിംഗ് പഠിക്കുക. അപ്പം ഞാൻ ജനറൽ നഴ്സിംഗ് അതുവരെ, നീ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ പഠിക്കുക. അപ്പം ഞാൻ വിചാരിച്ചു, ദൈവമേ ഇനിയും പഠിക്കാനോ? എനിക്കാണെങ്കിൽ മുന്നോട്ട് പഠിക്കുന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോഴത്തേന് പിന്നെ ഒരു വിഷമം, ഈ കുഞ്ഞിനെ എവിടെ വിടും, എങ്ങനെയാണ് ഞാൻ ഇതെല്ലാം വിട്ടിട്ട് പഠിക്കാൻ പോകുന്നത് എന്നൊക്കെ ഉള്ളൊരു ചിന്ത എന്നെ വല്ലാതെ. പക്ഷേ ആ ഒരു അവസ്ഥയിൽ പോയാൽ ഇനി പഠിച്ചെങ്കിൽ മാത്രമേ ഇനി കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങളും ഒക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കായി. അങ്ങനെ ഞാൻ BSc നഴ്സിംഗ് പഠിക്കാനായിട്ട് അങ്കമാലിയിലേക്ക് പോയി. മോനെ സിസ്റ്റർ ഇൻ ലോയെ ഏൽപ്പിച്ചു. അങ്ങനെ ഹസ്ബൻഡ് പോയി, ഞാൻ അങ്ങനെ പഠിക്കാൻ തുടങ്ങി. അവിടെ പഠിക്കുന്ന സമയത്തും ഇതെങ്ങനെ പഠിക്കണമെന്ന് എനിക്കറിയില്ല. രാത്രിയൊക്കെ ആണേലും പകലാക്കുന്ന ദിവസങ്ങളായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ഒരു കരം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ ഉള്ളവരെല്ലാം കാത്തലിക്സ് ആയിരുന്നു. വലിയ പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ എനിക്ക് ഉണ്ടായ നിമിഷങ്ങളാണ്. കാരണം ഇതൊരു ഒരു ക്രിസ്ത്യൻ ഓർഗനൈസേഷനാണ്. അതിൻ്റെ മധ്യത്തിൽ എനിക്ക് ഹോസ്റ്റലിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. പെന്തക്കോസ്തുകാരെന്നുള്ള ഒരു നിലവാരത്തിൽ കൂടെ ഞാൻ തള്ളപ്പെട്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നീ പെന്തക്കോസ്തുകാരിയാന്നുള്ള പേര് പോലും എൻ്റെ മേൽ വീണിട്ട് അതൊരു നിന്ന വിഷയങ്ങൾ, പരിഹസിക്കുന്ന വിഷയങ്ങളൊക്കെയാണ്. പക്ഷേ അവരുടെ മുമ്പിൽ 5 പേരാ ഫസ്റ്റ് ക്ലാസ്സോടെ അവിടെ നിന്ന് പാസ്സായ. ആ 5 പേരിൽ ഒരു വ്യക്തി ഞാനായിരുന്നു. എനിക്കറിയത്തില്ല
അറിയത്തില്ല എങ്ങനെയൊക്കെയാണ് നടന്നത്, എങ്ങനെയാണ് എന്നെ ദൈവം നടത്തിയതൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എക്സലൻ്റ് എന്നുള്ള ഒരു പേരിലാണ് ഞാൻ അവിടെ നിന്ന് ഗ്രാജുവേറ്റ് ആവാൻ ദൈവം സഹായിച്ച. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BSc നഴ്സിംഗ് ഡിഗ്രി പാസ്സായിട്ട് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് അകത്ത് തന്നെ എനിക്ക് ദുബൈയിലേക്ക് പോകാനുള്ള വഴികൾ ദൈവം ഒരുക്കി. അങ്ങനെ ഞാനും മോനുമായിട്ടാണ് ദുബൈയിലേക്ക് കടന്നു പോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ അവിടെ ചെന്നിട്ട് നല്ലൊരു ചർച്ച് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. പിസ ഷാർജയിൽ ചർച്ചിൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്തു. അവിടെ ആയിരിക്കുന്ന സമയത്ത് MOHൻ്റെ എക്സാം എഴുതണമെന്നൊരു സിറ്റുവേഷനിലേക്ക് വന്നു. അടുത്ത എക്സാമാണ് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യങ്ങളായത്. എക്സാം എഴുതുക, പഠിക്കുക എന്നുള്ളതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. കാരണം എപ്പോഴും അതെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. എന്താണോ വേണ്ടാന്ന് വെക്കുന്നത് അതാ എൻ്റെ ജീവിതത്തിൽ വരുന്നത്. അപ്പോൾ അവിടെ വന്ന് MOHൻ്റെ എക്സാം എഴുതേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് അതിനേക്കാൾ അതിശയം അവിടെ അടുത്ത് തന്നെ നടന്നു പോകുന്ന ദൂരത്തിൽ എനിക്ക് ആദ്യം തന്നെ ഒരു ജോലി ലഭിക്കാനിടയായിത്തീരുന്നു. അവർ പറഞ്ഞു MOH പാസ്സാകണ്ട, ഇപ്പം നീ പാസ്സാകണ്ട, പിന്നെ എഴുതി പാസ്സായാൽ മതി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഏറ്റവും നല്ല ശമ്പളത്തിൽ എനിക്ക് അവിടെ ജോലി ലഭിക്കാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതൊന്നും എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ എന്ന് മാത്രമാണ്. ദൈവത്തിൻ്റെ ഒരു ഫേവർ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചെറിയ പ്രായം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയ്ക്ക് പറയാനുണ്ടെങ്കിലും ഞാനെല്ലാം കുറേ സ്കിപ്പ് ചെയ്യുക. കാരണം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്താൽ പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല, അതുപോലുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഫേവർ എൻ്റെ കുറേ ഉണ്ടായിരുന്നു. ഒരുപാട് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് വിടുവിച്ച അവസ്ഥകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഒരുപാട് ശത്രുക്കളെ അകപ്പെടുത്താവുന്ന സ്ഥാനത്തു നിന്ന് ദൈവം എന്നെ അതൊന്ന് അതിശയകരമായിട്ട് നടത്തിയ വഴികളുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് ദുബൈയിലെ MOH എക്സാം എഴുതേണ്ട ഒരു അവസ്ഥ വന്നു. 10 days കൊണ്ട് പഠിച്ച് ഫസ്റ്റ് ചാൻസിൽ പാസ്സാകാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അവിടെ നിന്ന് മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ജോലി ലഭിക്കാനിടയായി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മിനിസ്റ്റർ ഓഫ് ഹെൽത്തിൽ കയറുന്നതിന് മുൻപ് ഞങ്ങളിങ്ങ് പോരാം, ബാംഗ്ലൂരിലേക്ക് വന്ന് സെറ്റിലാകാം, മോനെയും കൊണ്ട് നാട്ടിൽ വരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്ത് ചെയ്തു, അവിടെ ഒരു ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, അത് പറയാനായിട്ടാണ് ഞാൻ അതും കൂടെ ചേർത്ത് പറയുന്നത്. ഞങ്ങൾ പോരാന്ന് പറഞ്ഞു. മോൻ്റെ TC കൊണ്ടുവന്ന് അവിടുത്തെ അജ്മാൻ സ്കൂളിൽ കൊടുത്തു. TC ഫോം കൊടുത്തു. ഞാൻ പോകാനുള്ള എല്ലാ കാര്യങ്ങളും, ഞാനന്ന് രണ്ടാമത്തെ മോനെ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുക, ഏകദേശം ഒരു 6-7 months ആയി. അപ്പോൾ ഞാൻ അവിടെ കൊടുത്തതിന് ശേഷം MOH കൊടുത്തു. MOHൽ അന്നേരം അവിടെ ഒരു വേക്കൻസി വന്നപ്പോൾ അവിടെ ഞാൻ ഇത് കൊടുത്തു, എൻ്റെ ഒരു ബയോഡേറ്റ കൊടുത്തതിന് ശേഷം അവരെന്നെ വിളിക്കുവാനിടയായി. 10 daysനകത്ത് എന്നെ വിളിച്ചു. അപ്പോൾ ഈ TC കൊടുത്തിരിക്കുന്ന സമയത്താണ് എന്നെ വിളിക്കുന്നതും അവിടെ ഞാൻ റിക്രൂട്ട്മെൻറ്റിന് വേണ്ടി കടന്നു പോകുന്നതുമല്ല. അപ്പോൾ അങ്ങനെ അവരെന്നെ വിളിച്ചു. ഞാൻ ചെന്നു. ഞാൻ ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള ചുരിദാറൊക്കെ ഇട്ട പോലെ, കാരണം എന്നെ പ്രഗ്നൻ്റ് ആണെങ്കിൽ എന്നെ ഇനി അവരെടുക്കത്തില്ലയോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞാനിങ്ങനെ ക്യാരിയിങ് ആണ്, എനിക്ക് എങ്ങനെയാണെന്നറിയില്ല. അപ്പോൾ അവർ എന്നോട്, നഴ്സിംഗ് സൂപ്രണ്ടൻ്റ് ആയിരുന്നു, എന്നോട് പറഞ്ഞു, ഡിനി ഞാൻ ഓൾറെഡി നീ ക്യാരിയിങ് ആണെന്ന് എനിക്ക് മനസ്സിലായി, വി ഓൾറെഡി സെലക്റ്റഡ് യു എന്ന് പറഞ്ഞു. ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായി, നീ എന്ത് ചെയ്യും? മോൻ്റെ TC അവിടെ കൊടുത്തു, അവനെ ഞങ്ങളപ്പോൾ തിരിച്ച് എന്ത് ചെയ്യും, അവനെ ഇനി എവിടെ അഡ്മിഷൻ ലഭിക്കും എന്നൊക്കെ വെച്ച് ഞങ്ങളിങ്ങനെ ജോലി ലഭിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു നാട്ടിൽ പോയി. ഞാൻ അന്നേരം നാട്ടിൽ പോവുക, ഡെലിവറിക്ക് വേണ്ടി നാട്ടിൽ പോവാം. അപ്പം പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് പോയിട്ട് നീ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളോട് പറഞ്ഞാൽ മതി, അപ്പോഴത്തേനും നിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാകും എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഹസ്ബൻഡ് പെട്ടെന്ന് സ്കൂളിൽ ചെന്ന് ഇതിനെ അന്വേഷിക്കാൻ ചെല്ലുമ്പം ആ TC ഫോം അവർ സാധാരണഗതിയിൽ അന്നേരമേ ഫോർവേഡ് ചെയ്യേണ്ടതാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷനിൽ അവർ അന്നേരം തന്നെ ഫോർവേഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് ഫോർവേഡ് ചെയ്യാതെ ആ പേപ്പർ അവിടെ തന്നെ വെച്ചിരുന്നു. അന്നേരം അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിങ്ങനെ സാധാരണ വെക്കാറില്ല, ഇത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷേ അത് ഹോൾഡായി. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങളൊന്നും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഞങ്ങൾ നാട്ടിൽ തിരിച്ചു വരാമെന്ന് ചിന്തിക്കുന്ന സമയത്ത് ദൈവം പിന്നെയും ഞങ്ങളെവിടെ 5 വർഷം കൂടെ ദൈവം അവിടെ നിർത്തി. ഈ 5 വർഷത്തിനിടയ്ക്ക് രണ്ടാമത്തെ മോനുണ്ടാകുന്ന സമയത്ത് ഞങ്ങൾക്ക് ഹസ്ബൻഡിൻ്റെ ജോലിയിൽ ചെറിയ പ്രയാസമുണ്ടായി. മുന്നോട്ട് ഇനിയും ജോലി പോകുമോ എന്നൊക്കെയുള്ള റിസഷൻ വരുന്ന സമയമായിരുന്നു. അന്നേരമാണ് ഞങ്ങൾ കാനഡയുടെ ഒരു പ്രോസസ്സിങ് 2009 ചെയ്യുന്നത്. 2009 ആ പ്രോസസ്സ് ചെയ്തെങ്കിലും 2014 ഞങ്ങൾക്ക് ആ പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് വിസ ലഭിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്കൊരു മോനൂടെ ജനിച്ചു. അങ്ങനെ 3 ആൺകുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്കുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ അങ്ങനെ കുഞ്ഞുങ്ങൾ അവിടെ വളർന്നെങ്കിലും 2014 ഞങ്ങൾക്ക് വിസ ലഭിച്ച് ഞങ്ങൾ പോരാനായിട്ടിരിക്കുന്ന സമയം സ്തോത്രം ഹല്ലേലൂയ, ഞങ്ങൾ അവിടെ നിന്നെല്ലാം
ക്ലിയർ ഔട്ട് ചെയ്യുന്ന സമയം ഹസ്ബൻഡിൻ്റെ ജോലിയിൽ നിന്ന് ചില പ്രയാസങ്ങളുണ്ടാവാനിടയായി. ഹസ്ബൻഡിൻ്റെ മീൻസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ദൈവാത്മാവ് എന്നോട് കൃത്യമായി സംസാരിച്ചു, ഹസ്ബൻഡിന് വേണ്ടി ഫാസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കണം, ഇല്ല ഇവരെ ട്രാപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളൊരു ഒരു ദൈവിക ദർശനം എനിക്ക് ദൈവം തരാനിടയായി. അങ്ങനെ പ്രാർത്ഥിച്ചു. ഹസ്ബൻഡിന് വലിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അത് ക്ലിയർ ക്യാഷ് മാറ്റേഴ്സ്, ഫിനാൻഷ്യൽ തിങ് ഒക്കെ ഒരു ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റാതെ, കാരണം 15 yearsആയിട്ട് ജോലി ചെയ്തൊരു കമ്പനിയാണ് അത്. ഏകദേശം അവിടെയുള്ള ആൾക്കാരെല്ലാം തന്നെ അറബിക്ക് ആൻഡ് ഓൾസോ പലസ്തീൻ, അപ്പോൾ അങ്ങനെ പല ആൾക്കാരായിരുന്നു. ഹസ്ബൻഡിന് ഫേവറായിട്ടുള്ളവരുണ്ടായിരുന്നു, അല്ലാത്തവരൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങി വന്ന് 15 yearsൻ്റെ ഫിനാൻഷ്യൽ തിങ്സ് എല്ലാം ഹാൻഡ് ഓവർ ചെയ്ത് പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് അവിടെ നിന്ന് വരാനായിട്ട് ദൈവം സഹായിച്ചു. നാട്ടിൽ വന്നു. ഹസ്ബൻഡിൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. കുറേ നാൾ ഞങ്ങൾക്ക് കെയർ ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ദൈവം തന്നു. ആ 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ 2015 മാർച്ച് മാസമാണ് കാനഡയിലേക്ക് വരുന്നത്. ഈ 2015 മാർച്ച് മാസം കാനഡയിലേക്ക് വരുന്ന സമയം ഞങ്ങൾ ഡൽഹി ത്രൂ ആണ് വരുന്നത്. അപ്പം ഞാൻ ഭയങ്കര സിക്കായി. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങളും ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളാണ്. 2.5 വയസ്സാണ് ഇളയ മോന്, രണ്ടാമത്തെ മോന് 4.5 വയസ്സ്, ആദ്യത്തെ മോന് ഏകദേശം 12 വയസ്സ്. അപ്പോൾ അവരൊക്കെ അത്രയും മെച്യൂർഡൊന്നും അല്ല, ആരും തന്നെ ഒന്നും മെച്യൂർഡല്ല. 12 years ആണെങ്കിലും അവനും അത്രയും മെച്യൂർഡൊന്നും അല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഭയങ്കര സിക്കായി. എനിക്ക് വോമിറ്റിങ്ങാണ്. എനിക്ക് കട്ടിലേന്ന് ഞാൻ എണീറ്റ ഉടനെ ഞാൻ വോമിറ്റ് ചെയ്യും. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. ഞാൻ അങ്ങനെ രാത്രിയിൽ ഞങ്ങൾക്ക് തിരിക്കണം, ഏകദേശം 9 o'clock 10 o'clock ഞങ്ങൾക്ക് തിരിക്കണം. പക്ഷേ ഞാൻ ഫുൾ വോമിറ്റ് ചെയ്യുക. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടത്. ഞാൻ അച്ഛനോട് പറഞ്ഞു, പോവണ്ട അച്ഛൻ, നമുക്കിവിടെ നിൽക്കാം, പോവണ്ട എന്ന് പറയുക. പക്ഷേ ആ സമയം കുറച്ച് കഴിഞ്ഞപ്പോൾ ആരും പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് എൻ്റെ ഹൃദയത്തിൽ ദൈവം എന്ത് ചെയ്യും. പക്ഷേ ആക്ച്വലി ഈ 2-3 കുഞ്ഞുങ്ങളെ ഹസ്ബൻഡ് നോക്കണം, എന്നെ നോക്കണമെന്നുള്ളൊരവസ്ഥയിലാണ്. ക്യാരിയിങ് ബാഗ് ആക്ച്വലി ഞങ്ങൾക്ക് 5 പേർക്കും ഉണ്ട്. ഈ 5 ക്യാരിയിങ് ബാഗ് അറേ കൊടുക്കും. ഞാനും സിക്കാ, എന്നെയും കൂടെ പിടിച്ച് നടത്തണം. അതേപോലത്തെ ഒരു അവസ്ഥയിലാണ്. എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. കർത്താവ് ഞങ്ങളെ നടത്തി അവിടം വരെ വന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ ഞാൻ ഇവിടെ വരുന്നത് വരെയും ഞാൻ ഉറങ്ങുമായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ ഓർത്താൽ ദൈവത്തിന് എത്ര സ്തുതിച്ചാലും മതിയാവത്തില്ല. അവിടെ നിന്ന് ഇവിടെ വരുന്ന സമയത്ത് ദൈവാത്മാവ് കാണിച്ചിട്ട്, എന്നെ ഒരു ദർശനം കാണിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്. ഇവിടെ വന്ന് ഞങ്ങൾക്ക് വിചാരിച്ചു ഇവിടെ വന്നു കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും. പക്ഷേ ഒന്നൊന്നായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുകയായിരുന്നു. ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടായിരുന്നു അതിന് മുമ്പേ. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് എൻ്റെ നഴ്സിങ്ങിൻ്റെ ഒരു പേപ്പർ വർക്കുകളൊന്നും ചെയ്യാതെയാണ് ഞങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യുന്നത്. ഞങ്ങളുടെ കയ്യിലൊരു കുറച്ച് പൈസയുണ്ട്, നമുക്ക് ഇവിടുന്ന് കാണിക്കണം, ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് കാണിക്കണമെന്നുണ്ട്. ആ ഒരു എമൗണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ കുറേ പൈസ ഞങ്ങൾ പിന്നെ ബാങ്കിൻ്റെ 2 ചെക്കായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. ഒരു ചെക്ക് ഞങ്ങൾക്ക് പെട്ടെന്ന് മാറുന്ന രീതിയിലും ഒരു ചെക്ക് അല്ലാത്ത രീതിയിലുമാണ്. പക്ഷേ ഇവിടെ വന്ന് കുറച്ച് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ കയ്യിലെ പിന്നെയുള്ള പൈസയൊന്നും എടുക്കാൻ വയ്യാത്തൊരവസ്ഥയിലെത്തി. അതെന്താണെന്ന് അന്നേരം അങ്ങ് ട്രാപ്പായി. എന്നിട്ട് ഞങ്ങളുടെ കയ്യിൽ കാശില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ കയ്യിൽ കാശില്ല. ഈ കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാണ്. അപ്പോൾ 12 വയസ്സുള്ളവനോട് ഞാൻ പറഞ്ഞു, മോൻ പോയി കുറച്ച് പഴം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചില്ലറ പൈസകളൊക്കെ ഞാൻ എടുത്ത് ഇവൻ്റെ കയ്യിലേക്ക് കൊടുത്തപ്പം എൻ്റെ കണ്ണ് നിറഞ്ഞു. കാരണം ചില്ലറ പൈസകളൊന്നും ദുബായ് വെച്ച് ഞങ്ങൾ മാറ്റി വയ്ക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഉപയോഗിച്ചിട്ടേ ഇല്ല. കാരണം അങ്ങനെ ഒരു ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടേ ഇല്ല. ഇവിടെ വന്നാൽ ചില്ലറ പൈസ എടുക്കേണ്ട ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നുപോയി. പക്ഷേ അവിടെയെല്ലാം ദൈവം ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷം പൈസയൊക്കെ മാറിക്കിട്ടി, കാര്യങ്ങളൊക്കെ നടന്നു. ദൈവം അത്ഭുതകരമായിട്ട് നടത്തി. പേപ്പർ വർക്കൊക്കെ ചെയ്തു. അതൊക്കെ കുറച്ച് പെൻഡിങ് ഒക്കെ വന്നെങ്കിലും എല്ലാം പേപ്പർ വർക്ക് ചെയ്യാൻ തന്നെ ഏകദേശം 1 വർഷത്തോളം എടുത്തു. ഈ 1 വർഷം ഈ കുഞ്ഞുങ്ങളുടെ കൂടെ ആയിരുന്നെന്ന് പറഞ്ഞാലും ഈ മിനിസ്റ്റർ ഓഫ് ഹെൽത്തിലെ ജോലി കളഞ്ഞിട്ട് മീൻസ് റിസൈൻ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം ആ പൈസയുടേതായ ആ പണ്ട് ഉപയോഗിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ വരുമ്പം എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്നപ്പോൾ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. പിന്നെ ഈ അക്കൗണ്ട്സിൻ്റെ ഒരു കോഴ്സായിരുന്നു. അക്കൗണ്ട്സിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്ത് ഇതിൻ്റെ പ്രോഗ്രാം വന്നപ്പോഴത്തേന് ഹസ്ബൻഡിൻ്റെ ഫാദർ മരിച്ച് നാട്ടിൽ പോകേണ്ടതായിട്ട് വന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയം നാട്ടിൽ പോയിട്ട് തിരിച്ച് വന്നപ്പോൾ അവർ പറഞ്ഞു, നിനക്ക് ഇനി ഈ കോഴ്സ് പ്രാക്ടിക്കൽ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. കാരണം
നീ അതിനിടയ്ക്ക് നാട്ടിൽ പോയതുകൊണ്ട് നീ ഇനി ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. കാരണം തിയറി തൊട്ട് തുടങ്ങണം, അല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടിയാതെ ചെയ്യുന്നത്. കാരണം നമ്മളിവിടെ വന്ന് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പഠിത്തവും ജോലിയും കൂടെ ഹസ്ബൻഡിന് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്നോട് പറഞ്ഞു ഇനി ഞാനത് ചെയ്യുന്നില്ല, കാരണം ഇത് രണ്ടും കൂടെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഒരു ജോലി, 2 ജോലിയും ഇതിൻ്റെ പഠിത്തവും കൂടെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഈ പ്രോഗ്രാം ചെയ്തില്ല. അതിനുശേഷം ഹസ്ബൻഡ് അവിടെ വേറൊരു ജോലിയിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് 2 ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ തുടങ്ങി. എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തെങ്കിലും 1.5 വർഷം എടുത്തു എൻ്റെ പേപ്പർ വർക്ക് ചെയ്തത്. RPN RN എന്നുള്ള 2 ഡെസിഗ്നേഷൻ വെച്ചിട്ട് പേപ്പർ വർക്ക് ചെയ്തെങ്കിലും ആദ്യം RPNൻ്റെത് വന്നു. RPNൻ്റെ എക്സാം എഴുതി പാസ്സായി. ദൈവം കാണിച്ചു 80% എന്നുള്ള ഒരു ദർശനം എന്നെ കാണിച്ചു. അങ്ങനെ ആ ദർശനത്തിൽ കൂടെ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ ജയിപ്പിക്കും. അതിപ്പോൾ ആ എക്സാം പാസ്സാവാനിടയായി തീർന്നു. അതിനുശേഷം RNൻ്റെ പേപ്പർ വർക്ക് അതിൻ്റെ കൂടെ തന്നെ തുടങ്ങിയെങ്കിലും അതിനകത്ത് എനിക്ക് എലിജിബിലിറ്റി കിട്ടിയില്ല, എക്സാം എഴുതാനുള്ള എലിജിബിലിറ്റി കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എലിജിബിലിറ്റിക്ക് വേണ്ടി ഓസ്കി പ്രാക്ടിക്കൽ എക്സാം എന്നുള്ളൊരു ഒരു വഴിയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു അനുഭവത്തിൽ കൂടെ കടന്നു വന്നെങ്കിലും അത് ഈ ഓസ്കി എന്ന് പറയുന്ന ഒറ്റ പ്രാവശ്യം നമുക്ക് എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രാവശ്യം കൊണ്ട് എഴുതി പാസ്സായില്ലെങ്കിൽ നമ്മൾ ഇവിടെ പിന്നെ പഠിക്കണം. ഈ BSc നഴ്സിംഗ് പഠിക്കണം, അല്ലെങ്കിൽ അതിനെ ഈക്വലൈസ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ എന്തെങ്കിലും നമ്മൾ മീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എലിജിബിലിറ്റി കിട്ടത്തുള്ളൂ. ആ സമയത്ത് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അങ്ങനെ ഞാൻ ഈ പേപ്പറൊക്കെ ചെയ്തു. എങ്കിലും ഈ ഓസ്കിയുടെ ഒരു ഡേറ്റ് വന്നു. അപ്പോൾ ഡേറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എലിജിബിൾ അല്ലെന്നുള്ള പേപ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഓസ്കിക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. ഞാൻ RPN എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സഹോദരിയെ പരിചയപ്പെടുവാൻ ഇടയായി തീർന്നു. ഹിന്ദു സഹോദരിയാണ്. എന്നോട് പറഞ്ഞു നമുക്ക് ഒന്നിച്ച് പഠിക്കാം, ഈ ഓസ്കിക്ക് വേണ്ടി ഒന്നിച്ച് പഠിക്കാൻ. ചേച്ചി പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് RPNൻ്റെത് പഠിച്ച് അതിൻ്റെ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഒന്നിച്ച് പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പഠിക്കാൻ തുടങ്ങി. RPN കഴിഞ്ഞു. ഇങ്ങനെ ഓസ്കിക്ക് വേണ്ടി ഒന്നിച്ച് ഞങ്ങൾ ഫേസ് ടൈം വെച്ച് പഠിക്കുക. അന്ന് വേറൊരു മീറ്റാണ് അതിനകത്തുള്ള, ഈ ഫേസ് ടൈം പോലെ തന്നെ വേറൊരു ആപ്പ്. അപ്പം ഞങ്ങൾ ഫേസ് ടു ഫേസ് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കോഴ്സ് പഠിക്കുന്ന സമയങ്ങളിൽ ഞങ്ങൾ വേറെ പ്രാക്ടിക്കലി ഈ പഠിപ്പിച്ചു തരുന്ന വേറെ കോളേജസിലൊക്കെ പോയി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ചും ഞങ്ങൾക്ക് നല്ലൊരു പേഴ്സണൽ ബന്ധവും ഈ സഹോദരിയുമായിട്ട് ലഭിച്ചു. അങ്ങനെ എന്നോട് പറഞ്ഞു ചേച്ചി പ്രാർത്ഥിക്കുക, യേശുവിനോട് പ്രാർത്ഥിക്കുക. ഹിന്ദു കുട്ടിയാണ്, പക്ഷേ യേശുവിനോട് പ്രാർത്ഥിക്കുക, ഭയങ്കര വിശ്വാസം യേശുവിനോട്. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ യേശു കേൾക്കും എന്നാണ് എന്നോട് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത, യേശുവിനെ കർത്താവിനെ ഇത്രയും സ്നേഹിച്ച് ഇത്രയും അവളുടെ ആ വിശ്വാസം, പ്രാർത്ഥിച്ചാൽ ജയിക്കും എന്നുള്ളൊരു വിശ്വാസം വന്നല്ലോ. അപ്പോൾ അവൾ പാസ്സാകണോ കർത്താവെ, ഞാൻ പാസ്സായില്ലെങ്കിലും ആ കുട്ടി പാസ്സാകണേന്നൊരു പ്രാർത്ഥന ഞാൻ ഇടയ്ക്കൂടെ എപ്പോഴോ പ്രാർത്ഥിച്ചു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ എക്സാമിന് കടന്നുപോയി. അതിന് മുമ്പ് ദർശനങ്ങളൊക്കെ ദൈവം തന്നു. ദർശനങ്ങളൊക്കെ തന്നതിനകത്ത് എക്സലൻ്റ് എമൗണ്ട് എന്നൊക്കെ ഉള്ള ഒരു പേപ്പറിനകത്ത് ഇങ്ങനെ എഴുതി എന്നെ എക്സലമേറ്ററി മാർക്ക് ഇട്ട് കാണിച്ചു. അപ്പം ഞാൻ ഓർത്തു തീർച്ചയായിട്ടും ഞാൻ പാസ്സാകും. പക്ഷേ അതിന് മുമ്പ് ഞാനൊരു കോൺഫറൻസിന് പോയിട്ടുണ്ടായിരുന്നു. കോൺഫറൻസിൽ വെച്ച് ഒരു ഓർത്തഡോക്സ് ഗേളിനെ ഒരു സഹോദരിയെ പരിചയപ്പെടാനിടയായി തീർന്നു. ആ ഓർത്തഡോക്സുകാരിയായ ആ മോള് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഒരു നമ്പർ ചോദിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു. ഞാൻ ആരുടെ നമ്പർ വാങ്ങിച്ചില്ല, പക്ഷേ ആ കുട്ടി എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചു. നമുക്ക് വിളിക്കാം, പരിചയപ്പെടാം, സംസാരിക്കാം, എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞങ്ങൾ എക്സാം എഴുതി. എൻ്റെ കൂടെ പഠിച്ച ഹിന്ദു കുട്ടി പാസ്സായി, ഞാൻ തോറ്റുപോയി. കാരണം ഞാൻ തോറ്റുപോയി എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിന് ഏറ്റെടുക്കാൻ വയ്യാത്ത ഒരു അനുഭവത്തിലേക്ക് എന്നെ ദൈവം ആക്കിയെന്ന് വേണം തീർച്ചയായിട്ടും എനിക്ക് പറയാൻ. കാരണം ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലല്ലോ. കാരണം അങ്ങനൊരു ജീവിതത്തിൽ ഒരു അവസ്ഥയാണ് ദൈവത്തെ എനിക്ക് ലിറ്ററലി അടുത്തറിയാനൊരു അവസരം ദൈവം എനിക്ക് തന്നത് എൻ്റെ ജീവിതത്തിൽ. അത് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അപ്പോൾ ഈ ഓർത്തഡോക്സ്കാരിയായ എൻ്റെ സഹോദരി എന്നെ വിളിച്ചു, നീ പാസ്സായോ എന്ന് ചോദിച്ചു. കാരണം ഈ പുള്ളിക്കാരിയും പാസ്സായില്ല, ഈ സഹോദരി പാസ്സായില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനും പാസ്സായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൊട്ടിക്കരയുക. കാരണം ഞാൻ പാസ്സാകുമെന്നുള്ള ഒറ്റ ഇതിലാണ് ഞാൻ
ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിച്ചവരുണ്ട്, അവരെല്ലാം പാസ്സായി, അവരെല്ലാം ജോലിക്ക് അടുത്ത എക്സാം എഴുതാനുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു, ജോലിക്ക് ഉള്ള കാര്യങ്ങൾ നോക്കുന്നു. അങ്ങനെ എക്സാം എഴുതി പാസ്സായവർ ഈ ഓസ്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നേരെ അങ്ങ് ലൈസൻസ് കിട്ടുന്ന ഒരവസ്ഥയില്ല. അങ്ങനെയാണ് അതിൻ്റെ ഫൈനൽ പ്രോസസ്സ്. അപ്പോൾ അങ്ങനെ ഞാൻ അങ്ങ് ഒറ്റപ്പെട്ട് ഞാൻ ഒരു പാത്രം തകർന്നു പോകുന്നത് പോലെ പൊടിഞ്ഞ്, നമ്മൾ ശരിക്കും ഒരു ഗ്ലാസിൻ്റെ പാത്രം നമ്മൾ എറിഞ്ഞ് പൊട്ടിച്ചാൽ എങ്ങനെ ഇരിക്കും, ആ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ എത്രമാത്രം അതിൻ്റെ കഷ്ണങ്ങളായി മാറും, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എൻ്റെ ഹൃദയം പൊട്ടി അങ്ങ് ബ്രോക്കായിപ്പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഓർത്തഡോക്സുകാരിയായ ഈ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം, നമുക്ക് ബൈബിൾ വായിക്കാം. കാരണം ഞാൻ ഫുള്ള് ഒരു ആങ്സൈറ്റി, ഒരു ഡിപ്രഷനിലേക്ക് ഇങ്ങനെ കടന്നു പോകുന്നൊരവസ്ഥയിലേക്ക് പോകുമ്പം ദൈവം ആ സഹോദരിയെ എഴുന്നേൽപ്പിച്ചിട്ട് എന്നെ പ്രാർത്ഥിക്കാനായിട്ട് വിളിക്കുക. അപ്പോൾ പ്രാർത്ഥിക്കാം, ബൈബിൾ വായിക്കാം. അന്ന് മുതൽ ഞങ്ങൾ ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. ആദ്യം സാംസ് വായിക്കും, അവിടെ നിന്ന് ഞങ്ങൾക്ക് ഒന്നും തോന്നത്തില്ല. മനസ്സിൽ എന്താ പറയുക, വചനം വായിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു എന്നുള്ളതല്ലാതെ ഹൃദയത്തിനകത്തേക്ക് ഒന്നും ഇറങ്ങിച്ചില്ല. പക്ഷേ ഞാൻ ഈ ദുബൈയിൽ നിന്ന് വരുന്ന സമയത്ത് പ്രവചനപരം പോലും കിട്ടിയ ഒരു അനുഭവത്തിലായിരുന്നു ഞാനിവിടെ വരുന്നത്. അപ്പോൾ അത്രയും ഡിപ്രഷനിൽ പോകണമെങ്കിൽ ഞാൻ എത്രമാത്രം തകർന്ന് കാണും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഞങ്ങൾ ബൈബിൾ വായിക്കും. ഇന്നിപ്പോൾ യെശയ്യാ വായിക്കുവാണെങ്കിൽ നാളെ നമ്മൾ പുതിയ നിയമം വായിക്കും, പുതിയ നിയമത്തിൽ നിന്ന് പഴയ നിയമം വരും. അങ്ങനെ ഞങ്ങൾ സമയം നോക്കാതെ, ആദ്യമൊക്കെ സമയം പറഞ്ഞിരുന്നു, പിന്നൊക്കെ സമയം നോക്കാതെ ദൈവവചനം വായിക്കാൻ തുടങ്ങി. രാത്രിയിലൊക്കെ ഞങ്ങൾ കുഞ്ഞുങ്ങൾ ഉറങ്ങിയാൽ പിന്നെ ലൈറ്റ് ഇട്ടാൽ അവർ എണീക്കും. അത് കാരണം ഒരു സ്പോട്ട് ലൈറ്റ് ഉണ്ട് എനിക്ക്, ഞങ്ങളൊരു ഫ്ലാറ്റിലാണ്. അപ്പോൾ അവിടെ ഒരു മൂലയ്ക്ക് വന്നിരുന്ന് ദൈവവചനം വായിക്കും. ഒരു ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബ്രഹാം, നമ്മൾ എല്ലാം ദാസന്മാരാന്നുള്ളൊരു ചിന്ത. അപ്പം നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിലേക്ക് ചിന്ത വന്നു, നിങ്ങൾ ദാസന്മാരല്ല, റോമാലേഖനത്തിലേക്ക് കൊണ്ടുപോയിട്ട് നിങ്ങൾ മക്കളെങ്കിലും അവകാശികളാ എന്നുള്ളൊരു വചനം എന്നെ കണക്ട് ചെയ്ത് തന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എവിടേക്കോ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ലിറ്ററലി അവിടെ എങ്ങും ടച്ച് വന്നില്ല, എങ്കിലും ദൈവം എന്തൊക്കെയോ വചനങ്ങൾ പഠിപ്പിക്കുന്ന പോലെ തോന്നി. അങ്ങനെ രാത്രികാലങ്ങളിൽ ഇങ്ങനെ സമയമില്ലാതെ, കാലവും സമയവും ഒന്നും നോക്കാതെ ദൈവസന്നിധിയിലും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും വചനം വായിക്കുന്നതിലും അങ്ങ് ഫുള്ളി ഞങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മുടെ വിചാരങ്ങളൊക്കെ ദൈവത്തിൽ അങ്ങ് ഫുള്ളി കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ പല ദൈവദാസന്മാരുടെ കണക്ഷൻസ് ഞങ്ങൾക്ക് ആ സമയത്ത് ഓരോരുത്തർ പറഞ്ഞ് അങ്ങനെ തരുവാനിടയായി. അങ്ങനെ മദ്രാസിൽ ഒരു ദേവദാസൻ ഷാജി എന്ന് പറയും, പാസ്റ്റർ പേര് ഷാജി. അപ്പോൾ പാസ്റ്ററുമായിട്ടൊരു കണക്ഷൻ കിട്ടി. പാസ്റ്ററാണ് ഞങ്ങളെ കൂടുതൽ വചനത്തിലേക്ക് കുറച്ചും കൂടെ ഞങ്ങളുടെ ജീവിതത്തിലെ കുറേ പാഴ്ചകൾ എന്താണോ, തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദൈവവചനത്തിലേക്കൊക്കെ ഞങ്ങളെ ഇങ്ങനെ ഇറക്കാൻ തുടങ്ങി. വചനങ്ങൾ കുറേ ഇങ്ങനെ ദൈവദാസനിൽ കൂടെ പറയുന്ന വചനങ്ങൾ ഞങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹമായിട്ട് തുടങ്ങി. ഫിലേമോൻ്റെ ലേഖനമൊക്കെ വേറെ പല ദേവദാസനിൽ കൂടെ ഞങ്ങളോട് സ്നേഹത്തിൻ്റെ വചനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്താണെന്നുള്ളതൊക്കെ ഞങ്ങളെ പറഞ്ഞു മനസ്സിലാക്കിയത്. അങ്ങനെ വചനത്തിൽ 1-2 മണിക്കൂറൊക്കെ ദേവദാസന്മാർ ദൂരെ ഇരുന്ന് പറഞ്ഞു തരണമെങ്കിൽ അവരിൽ കൂടെ ദൈവം പ്രവർത്തിച്ചതാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അങ്ങനെ അവർ ആത്മീയ പിതാക്കന്മാരെ പോലെ ഞങ്ങളെ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാൻ ദൈവദാസന്മാരെ പലരെ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ പറഞ്ഞു, ഒന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് ഹൃദയത്തിനകത്തൊരു ആശ്വാസം താൽക്കാലികമായിട്ട് ഉണ്ടാകുന്നെങ്കിലും പൂർത്തീകരണം പ്രാപിക്കുന്നില്ല. ഒരു ആശ്വാസത്തിൻ്റെ ഒരു ഡെപ്തിലേക്കൊന്നും പോകാത്തത് കൊണ്ട് ഞങ്ങൾ പിന്നെ അന്നേരം ആ സൗകര്യം പറഞ്ഞു, നമുക്കൊരു ദിവസം ഒരു 7 days ഫാസ്റ്റ് ചെയ്യാം. അങ്ങനെ 7 ദിവസം ഫാസ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഏകദേശം ഒരു 2-3 ദിവസമായെന്ന് തോന്നുന്നു. ഈ അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായമാണ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരുന്നത്. അതിനകത്തെ ഈ 7-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യമാണ് എന്നെ ടച്ച് ചെയ്തത്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. അവിടെ പറയുന്ന സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിങ്കൽ ഒരു മുടന്തനായവനെ ഇരുത്താറുണ്ട്. പത്രോസും യോഹന്നാനും ആ വഴി നടന്നു വരുമ്പോൾ ഹല്ലേലൂയ, ഈ ഗർഭം മുതൽ മുടന്തനായ ഇവനെ കണ്ടിട്ട് ഞങ്ങളെ നോക്കാൻ പറഞ്ഞു. അവൻ ഉറ്റുനോക്കി, എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാൽ നോക്കി യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞു. കൈ പിടിച്ചു, വലതുകരം പിടിച്ച് അവനെ എഴുന്നേൽപ്പിച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റു. ഈ കുതിച്ചെഴുന്നേറ്റു എന്നുള്ള ഭാഗം എൻ്റെ ഹൃദയത്തിൽ ഒരു ഭയങ്കരമായിട്ട് ദൈവം എങ്ങനെയാ അത് കുരുങ്ങിയ എന്തുവാ എന്നും എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷേ ഞാൻ
പെട്ടെന്ന് ഈ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, പിന്നെ ദൈവം ഹല്ലേലൂയ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെൻ്റെ ഹൃദയത്തിൽ ഈ വചനം ഭയങ്കരമായിട്ട്, ഒരു മീനെ പിടിക്കുമ്പം ഒരു ചൂണ്ടയിൽ എങ്ങനെയാണോ മീൻ കുരുങ്ങുന്നത്, അങ്ങനെ ഈ വചനത്തിൻ്റെ ഈ ഭാഗം എൻ്റെ ഹൃദയത്തിൽ കൊളുത്തിയതുപോലെ. അന്നേരം തൊട്ട് ഞാൻ പറഞ്ഞു, ഈ വചനമെല്ലാം ജീവനാകുന്നത് പോലെ എനിക്ക് തോന്നി. അന്ന് തൊട്ടാണ് വചനം ജീവനായി മാറിയത്. ഞാനൊരു പാസ്റ്റർ കുടുംബത്തിൽ, ഒരു പെന്തക്കോസ്ത് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. പക്ഷേ വചനത്തിൻ്റെ ജീവൻ അന്ന് തൊട്ട് ദൈവം എൻ്റെ ജീവിതത്തിൽ തൊടാൻ തുടങ്ങി. വചനം ജീവനാണെന്ന് ടേസ്റ്റ് ചെയ്യാൻ ദൈവം എന്നെ സഹായിച്ചു. വചനത്തിൻ്റെ ജീവൻ വ്യാപരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അന്ന് മുതൽ പറയുമ്പോഴാണ് എൻ്റെ ഹൃദയം തുടിക്കുന്നത്. കാരണം എൻ്റെ കർത്താവിനെ, ഹല്ലേലൂയ, എൻ്റെ കർത്താവിനെ അടുത്തറിയുവാൻ, എൻ്റെ യേശുവിനെ അടുത്തറിയുവാനുള്ള ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നു. അന്നു മുതൽ എൻ്റെ ഭാരമെല്ലാം ദൈവം എടുത്തു മാറ്റി. എൻ്റെ കൂടെ പ്രാർത്ഥിച്ച സഹോദരിക്കും പുതിയ പുതിയ വാതിലുകളെ ദൈവം തുറന്നു. അവരുടെ എല്ലാ കാര്യങ്ങളും, പഠിക്കാനുള്ള കാര്യങ്ങൾ, എൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് ആ മകളുടെ ജീവിതത്തിൽ ചെയ്തു. അതിൻ്റെ കൂടെ എൻ്റെ കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം വചനം ഒരു കപ്പിനകത്ത് എങ്ങനെയാണോ വെള്ളം ഒഴുകി തുളുമ്പി ഇറങ്ങുന്നത്, അതേപോലെ എൻ്റെ ഹൃദയത്തിനകത്ത് വചനം തുളുമ്പി നിറയാൻ തുടങ്ങി. എൻ്റെ സന്തോഷം എനിക്ക് ആരോടും പറഞ്ഞറിയിക്കുവാൻ കഴിയാത്ത ഒരു അത്യന്ത സന്തോഷം എൻ്റെ ഉള്ളിൽ ദൈവം തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറയുക. എൻ്റെ വേദന എങ്ങോട്ട് പോയെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സങ്കടം ആരെങ്ങനെ കൊണ്ടുപോയി എവിടേക്ക് മാറ്റിക്കളഞ്ഞെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. എൻ്റെ ഹൃദയം ഭയങ്കര സന്തോഷത്താൽ നിറഞ്ഞു. എനിക്ക് രാത്രിയിൽ ഉറങ്ങുവാൻ കഴിയാത്തൊരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ മാറ്റി. എങ്ങനെയാ ഈ വചനം ഒന്ന് അരച്ചു കുടിക്കാൻ പറ്റുമോ? ഇതെങ്ങനെയോ വായിച്ചു തീർക്കാൻ പറ്റുന്നേ? ഇതെങ്ങനെയാ ഹൃദയത്തിനകത്ത് മൊത്തം ഒന്ന് കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? എങ്ങനെയാ ഇതിനെ ഒന്ന് അകത്താക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ പിന്നെ ചിന്തിക്കുന്നത്. എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രിയും മിക്കവാറും ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങുന്നുള്ളൂ. ആമേൻ. പകൽ എങ്ങനെയെങ്കിലും ഒന്ന് രാത്രിയായി മതി. എനിക്ക് രാത്രി മുഴുവനും ഒന്നിരിക്കണം. കാരണം ഈ പകലൊക്കെ എനിക്ക് കുഞ്ഞുങ്ങളുടെ കൂടെ മറ്റുള്ള കാര്യമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റും, എപ്പോൾ എനിക്ക് ദൈവസന്നിധിയിൽ ഇരിക്കാൻ പറ്റും, എപ്പോൾ വചനം വായിക്കാൻ പറ്റും, ഇത് കർത്താവിനോട് കൂടെ എങ്ങനെ ഒന്ന് കൂടെ ഇരിക്കാൻ പറ്റും എന്നുള്ള ചിന്തയാണ് എൻ്റെ ഹൃദയം മുഴുവനും അങ്ങ് ക്രേവ് ചെയ്യുക. ഭയങ്കര ദാഹവും വിശപ്പും എൻ്റെ ദൈവം എനിക്ക് അങ്ങ് തന്നു. അങ്ങനെ എൻ്റെ ഹൃദയം ഇങ്ങനെ എപ്പോൾ ഹസ്ബൻഡ് നോക്കുമ്പോഴും, ഹസ്ബൻഡ് എപ്പോൾ നോക്കിയാലും ഞാൻ പ്രാർത്ഥിക്കുന്നതും വചനം കേൾക്കുന്നതും പ്രസംഗം കേൾക്കുന്നതും അല്ലാതെ എൻ്റെ ഹസ്ബൻഡ് ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുവരെ കരഞ്ഞുകൊണ്ട് നടന്ന ഒരു വ്യക്തി, ഡിപ്രഷനിലും വിഷമത്തിലും നടന്ന ഒരു വ്യക്തി പെട്ടെന്ന് സന്തോഷം കണ്ടപ്പോൾ ഹസ്ബൻഡ് ഓർത്തു ഇവർക്ക് എന്തോ പ്രശ്നമായി എന്ന് വിചാരിച്ച് ഹസ്ബൻഡ് 2-3 കസിൻസിനെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളൊന്ന് വന്ന് നോക്ക്, ഇവർക്ക് എന്തോ പ്രശ്നമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഇവളിങ്ങനെ അല്ലായിരുന്നു. ഈ ഭയങ്കര സന്തോഷവും ഫുൾ ടൈം ദൈവവചനം കേൾക്കുകയും ഫുൾ ടൈം ഇത് തന്നെയാണ്. അപ്പോൾ ഇത് തന്നെയാകുമ്പോൾ ഇവളുടെ ഉദ്ദേശം എന്തുവാന്ന് എനിക്ക് മനസ്സിലാകും. അപ്പോൾ ഹസ്ബൻഡിനെ ഒരു ദിവസം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ദൈവവേല ചെയ്യണം, എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, നമുക്ക് ദൈവവേല ചെയ്യാം, നമ്മളെപ്പറ്റിയുള്ള ദൈവത്തിൻ്റെ പ്ലാൻ അതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മൾ പിന്നെന്തിനാ കാനഡയിൽ വന്നത്, ഇവിടെ കുഞ്ഞുങ്ങളെ വളർത്തണം, നീ ഫുൾ വേല ചെയ്യാനായിരുന്നെങ്കിൽ നാട്ടിൽ നിന്നാൽ മതിയായിരുന്നല്ലോ, ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ വരണമായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല ദൈവത്തിൻ്റെ ഉദ്ദേശം. കാരണം അത്രമാത്രം ഉള്ളിൻ്റെ കുള്ളങ്ങ് തിളയ്ക്കുക. എനിക്ക് എങ്ങനെയെങ്കിലും കുറേ പേരോട് വചനം പറയണം, വെളിയിൽ പോയ ആരോടെല്ലാം ഒച്ചത്തിൽ പറയണോ, മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സുവിശേഷം പറയണം, ഇതങ്ങ് ഭയങ്കര ഉള്ളത്തിലങ്ങ് തുടിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു ദിവസം ദൈവാത്മാവ് എൻ്റെ ചെവി, ദൈവാത്മാവല്ല കർത്താവ് ലിറ്ററലി ശബ്ദമായിട്ട് ഞാൻ കേൾക്കുകയാ. ഉത്തമഗീതം 8:5 ആദ്യം എന്നോട് സംസാരിച്ച വചനം, മരുഭൂമിയിൽ നിന്ന് തൻ്റെ പ്രിയൻ്റെ മേൽ ചാരി വരുന്നോളിവളാർ. ഹല്ലേലൂയ. വചനം കേട്ടാ ഞാൻ എഴുന്നേൽക്കുന്നത്. ഒരു ശബ്ദം മന്ദമായി സംസാരിക്കുന്ന ആ ശബ്ദം ഇപ്പോഴും ഞാൻ കൊതിക്കുക. ആ ശബ്ദം ഒന്നും കൂടെ ഒന്ന് കേൾക്കണം. ഹല്ലേലൂയ. രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ശബ്ദം ഞാൻ കേട്ടു. കർത്താവ് എന്നോട് ചോദിക്കുക, മരുഭൂമിയിൽ കൂടി പ്രിയൻ്റെ മേൽ ചാരി വരുന്നോളിവളാർ. രണ്ടാമത്തെ ദിവസം എഴുന്നേൽക്കുമ്പോഴും ഹല്ലേലൂയ 34-ാം സങ്കീർത്തനം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു, മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഹല്ലേലൂയ. രണ്ടാമത്തെ ദിവസം കേൾക്കുന്ന വചനമാ. ഹല്ലേലൂയ. എനിക്ക് എങ്ങനെ സന്തോഷം എങ്ങനെ ആരോട് പറഞ്ഞു തീർക്കണം എന്നറിയത്തില്ല. ഈ സന്തോഷം കൊണ്ട് ഞാൻ ഹല്ലേലൂയ തുള്ളിച്ചാടണോ, അത്രമാത്രം സന്തോഷമാണ് എൻ്റെ ഉള്ളിനകത്ത്.
ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോൾ വായിൽ വചനം കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. എനിക്കറിയാം ഹൃദയത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് വചനം. അങ്ങനെയൊക്കെ പല എക്സ്പീരിയൻസിൽ കൂടെ ദൈവം എന്നെ കൊണ്ടുപോയി. ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവം എന്നെ നടത്തി. പിന്നെ ഞാൻ ബുക്ക് എടുത്ത് എഴുതി തുടങ്ങി. പല ബുക്കുകളിൽ എഴുതി. അങ്ങനെ രാത്രി മൊത്തം ഇരുന്ന് ഒരു വചനം വായിച്ചാൽ അതിങ്ങനെ കണക്ട് ചെയ്ത് എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് നിർത്താൻ പറ്റത്തില്ല. അങ്ങനെ വചനം ഒഴുകി, വെള്ളം നദി പോലെ ഒഴുകി എൻ്റെ ഹൃദയത്തിലേക്ക് വരിക. അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ സ്പിരിച്വലി ഉണ്ടായ എൻകൗണ്ടർ പോലെ തന്നെ എൻ്റെ ഹല്ലേലൂയ എൻ്റെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങി. പത്രോസ് ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ പറയുന്നുണ്ട്, പത്രോസ് അടഞ്ഞ് ആ കാരാഗൃഹത്തിനകത്ത് കിടക്കുകയാ. എന്നാൽ വിലാപ്പുറത്ത് തട്ടി പത്രോസിനെ എഴുന്നേൽപ്പിച്ചിട്ട് അരമുറുക്ക്, നീ കാലെ ചെരുപ്പിട്, പൊതച്ചെൻ്റെ പുറകെ വാ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ പട്ടണത്തിൻ്റെ വാതിൽക്കൽ എത്തി വരുന്നവരെയും ഹല്ലേലൂയ അവൻ സ്വപ്നം കാണുന്നത് പോലെ ഒരു ഡ്രീം കാണുക എന്ന് ചിന്തിച്ചു. എൻ്റെ ജീവിതത്തിലും അങ്ങനെയായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ പട്ടണവാതിൽക്ക് ചെന്നപ്പോഴാണ് സുബോധം വന്നത്. ഹല്ലേലൂയ എന്നതുപോലെ എൻ്റെ കാര്യങ്ങൾ നടത്തുന്നത് വരെ പരിശുദ്ധാത്മാവ് എന്നോട് കൂടെ ഇരിക്കുകയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഈ പേപ്പേഴ്സ് എല്ലാം ഞാൻ ഈ റീവല്യൂഷന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പേപ്പർ എല്ലാം ക്ലോസ് ആയിപ്പോയി. അതിനിടയ്ക്ക് ഞാൻ US പേപ്പർ വർക്ക് ചെയ്തു, RNൻ്റെ പ്രോസസ്സ് ചെയ്യാന്ന് ഓർത്തിട്ട്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് പലരെ വിളിക്കുമ്പോഴും അവരതിലൊന്നും എനിക്ക് നിയോഗമില്ലെന്നാ അവരെല്ലാം പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ US പേപ്പർ വർക്ക് ചെയ്യുന്ന അതങ്ങ് ബ്ലോക്കായിപ്പോയി. അങ്ങനെ ചെയ്യുമ്പോൾ ഇവിടെയുള്ള പേപ്പർ വർക്കെല്ലാം ക്ലോസുമായിപ്പോയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോൾ ക്ലോസ് ആയ പേപ്പർ ഇനി എങ്ങനെയാണ് തുറക്കുന്നത്? അതിന് മുമ്പൊക്കെ ഞാൻ നേരത്തെയൊക്കെ അവരെ ഒരുപാട് പ്രാവശ്യം ഇമെയിൽ ചെയ്തിട്ടുണ്ട്. ആ ഇമെയിലെല്ലാം എൻ്റെ കടന്നിട്ടുണ്ട്. ഒരിക്കലും അത് നിനക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല, നീ ഇനി ആദ്യമുള്ള പേപ്പർ വർക്ക് ചെയ്യണമെന്ന് അവരെന്നോട് പറഞ്ഞത്. ആദ്യമുള്ള പേപ്പർ വർക്ക് ചെയ്യണമെങ്കിൽ ഇനി നാട്ടിൽ വിളിച്ച് പലരെ ഞാൻ വിടണം. അതിൻ്റെ പുറത്ത് നല്ല പൈസ ചിലവാക്കി വേണം നമ്മൾ വിടാനായിട്ട്. ആ സമയത്ത് ഹസ്ബൻഡ് ഒരാളുടെ ജോലി കൊണ്ടാണ് ഞങ്ങൾ കഴിയേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ മീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞാൻ അപ്പോഴത്തേന് എൻ്റെ ഈ പ്രയാസമൊക്കെ മാറിക്കഴിഞ്ഞപ്പോൾ ഞാൻ RPനായിട്ട് ജോലി ചെയ്യാൻ തുടങ്ങി. ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിന് ഒരു ഫോൺ കോൾ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, ഹല്ലേലൂയ സ്തോത്രം, ഡിനിയോട് സംസാരിക്കണം, ഡിനിയുടെ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു. ആരാ എന്തുവാന്നൊന്നും ഹസ്ബൻഡ് ചോദിച്ചില്ല. എന്നാൽ എൻ്റെ ഹല്ലേലൂയ ഇവിടുത്തെ മെയിൻ നഴ്സിംഗ് അതോറിറ്റി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അവർ ഡയറക്റ്റ് നമ്പർ കൊടുത്തിട്ട് പറഞ്ഞു, ഹസ്ബൻഡിനോട് പറഞ്ഞു ഡിനിയോട് കോൺടാക്ട് ചെയ്യണം, ഇന്നും കോൺടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ നാളെ ഈ സമയത്തിനകത്ത് കോൺടാക്ട് ചെയ്യണം. അപ്പോൾ അന്ന് എനിക്ക് വിളിക്കാൻ പറ്റില്ല. പിറ്റേ ദിവസം ഞാൻ രാവിലെ തന്നെ ആ പറഞ്ഞ സമയത്ത് ഞാൻ വിളിക്കുവാനിടയായി തീർന്നു. വിളിച്ച സമയത്ത് എന്നോട് ചോദിക്കുന്ന ഡിനിയാണോ, എനിക്ക് നിൻ്റെ പേപ്പർ എല്ലാം അപ്ലോഡ് ചെയ്യണം. ഞാൻ ഒരിക്കൽ പോലും ഈ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ഈ എൻകൗണ്ടർ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ അവരെ വിളിച്ചിട്ടില്ല, ഞാൻ അവർക്ക് ഇമെയിൽ ചെയ്തിട്ടില്ല. ഇമെയിൽ ചെയ്തതല്ല, അതിന് മുമ്പേ എത്രയോ നാളിന് മുമ്പെയാണ്. പക്ഷേ ആ ഒരു കോൺടാക്റ്റിലുള്ള വ്യക്തികളൊന്നും അല്ല എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് നഴ്സിംഗ് അതോറിറ്റി എന്നാണ് വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഇതെങ്ങനെയാണ് വിളിച്ചേ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കുന്നത് നിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യണമെന്നാണ് എന്നോട് ആദ്യം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഞാൻ അന്നേരം പറഞ്ഞു യെസ് ഐ വാണ്ട് ടു ഡു ദാറ്റ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇന്ന് വൈകുന്നേരം 5 മണിയാകുന്നതിന് മുമ്പ്, ഞാൻ ജോലി കഴിഞ്ഞ് പോകുന്നതിന് മുൻപ് നിൻ്റെ ഫയലെല്ലാം അപ്ലോഡായി കഴിഞ്ഞിരിക്കും, നിനക്കൊന്ന് വൈകുന്നേരം നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം നോക്കുമ്പോൾ എൻ്റെ ഫയൽ മുഴുവൻ അപ്ലോഡായി. ഒരിക്കൽ പോലും അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ദൈവം എനിക്ക് വേണ്ടി ഒന്നൊന്നായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പേപ്പർ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എലിജിബിലിറ്റി ഇനി എങ്ങനെ കിട്ടും? അങ്ങനെ പലരും പറഞ്ഞു ഇവിടെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, കാനഡയിൽ തന്നെയാണ്, അത് സെൻറ്റ് ഫ്രാൻസിസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി. ഒരു 2-3 കോഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അന്ന് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. പലരും ഞങ്ങളോട് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ കേട്ടതാണ്. ഞാൻ അവിടെ ഒരു 3-4 കോഴ്സ് ചെയ്തപ്പോഴത്തേന് അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപേ എൻ്റെ എലിജിബിലിറ്റി വരുവാനിടയായി തീർന്നു. ആറിൻ്റെ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി എനിക്ക് ലഭിക്കാനിടയായി തീർന്നു. 2020 ഞാൻ എക്സാം എഴുതി. പക്ഷേ എക്സാം എഴുതുന്ന സമയത്ത് കോവിഡ് ആയത് കാരണം എനിക്ക് എങ്ങനെ പഠിക്കണം, ആരൊന്നും ഗൈഡ് ചെയ്യാനില്ല, എവിടുന്ന് പഠിക്കണം. കാരണം ഇത് വാസ്റ്റായിട്ടുള്ളൊരു എക്സാമാണ്. നമ്മുടെ എല്ലാ സിസ്റ്റവും നമുക്ക് വരും. എല്ലാ ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, പീഡിയാട്രിക്സ്, ഗൈനി ഇതെല്ലാം പഠിക്കണം. പക്ഷേ എനിക്കാണെങ്കിൽ പലതും വിട്ട് കിടക്കുന്നുണ്ട്. കാരണം ഞാൻ ORE ജോലി ചെയ്തതുകൊണ്ട് പല എക്സ്പീരിയൻസും എനിക്കില്ല. RPനായിട്ട് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ദൈവത്തിൻ്റെ അമേസിങ് കരം അവിടെ ഇറങ്ങി വന്ന് ഓരോ
ഓരോ മെഡിക്കേഷൻസ്, ഓരോ കണ്ടീഷൻസൊക്കെ എന്നെ പഠിപ്പിക്കുക അവിടെ വെച്ചിട്ട്. അങ്ങനെ ദൈവം എന്നെ അവിടെ വെച്ച് ഞാനൊന്ന് ഒരു വീഴുവാനിടയായി തീർന്നപ്പോഴാണ് എന്നെ അവിടെ മോഡിഫൈഡ് ഷിഫ്റ്റിന് വേണ്ടി എന്നെ ഫാർമസിയിലേക്കാണ് വിടുന്നത്. കാരണം എനിക്ക് ഏറ്റവും അറിയാത്ത ഒരു വിഷയമായിരുന്നു ഫാർമക്യൂട്ടിക്കൽ മെഡിക്കേഷൻ്റെ വിഷയങ്ങൾ. ഹല്ലേലൂയ. കാരണം ഞാൻ ORലായതുകൊണ്ട് ഞാൻ മെഡിക്കേഷൻസ് പേഷ്യൻസിന് കൊടുക്കുന്നില്ല. മെഡിക്കേഷൻസ് പഠിച്ച സമയത്തുള്ള എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ അതൊരു ലിമിറ്റഡ് ആയിട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക്. അങ്ങനെ എന്നെ ഇട്ടത് ഫാർമസിയിലാണ്, ഒരു മോഡിഫൈഡ് ഷിഫ്റ്റായിട്ട് കൊണ്ടിട്ടത്. അപ്പോൾ ഞാൻ അതിശയിച്ചു, കർത്താവേ നീ എന്നെ ഇത്രമാത്രം ട്രെയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കുറേ മെഡിക്കേഷൻസ്, അവിടെയുള്ള മെഡിസിൻസ് എല്ലാം ഞാൻ എഴുതി കൊണ്ടുപോയി അത് ക്ലാസിഫൈ ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം പഠിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഏകദേശം ഒരു മാസത്തെ അവധി എടുത്താണ് ഞാൻ ഈ പഠിക്കാൻ പോകുന്നത്. ഏകദേശം ആ സമയം കൊണ്ട് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഞാൻ എങ്ങനെ പഠിക്കും, എവിടെ പഠിക്കും, എങ്ങനെ തുടങ്ങും, എങ്ങനെയൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ദൈവം ഒരു വചനം തരും. 52 ദിവസം കൊണ്ട് നെഹമ്യാവ് ഹല്ലേലൂയ യെരൂശലേമിൻ്റെ മതിലിനെ പണിഞ്ഞത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം എന്നോട് സംസാരിച്ചു, നീ 52 ദിവസം കൊണ്ട് നീ മതിൽ പണിയും, ഈ ഇടഞ്ഞു കിടക്കുന്ന മതിലിനെ നീ പണിയും. ആമേൻ. ഓരോ ദിവസം എനിക്കൊരു വചനം തരും. ആ മുറിക്കകത്ത് ലോക്കിട്ടി, കുഞ്ഞുങ്ങളൊക്കെ ചെറുതായതുകൊണ്ട് ലോക്ക് ഇടിപ്പിച്ച് ആ മുറിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്കൊരു വചനം തരും. ആ വചനം ആ ഡോറിൽ ആ ഭിത്തിയിലെല്ലാം എഴുതി വെച്ചിട്ട് ഞാൻ ഹല്ലേലൂയ ഭിത്തിയിൽ ഒട്ടിച്ച് വെക്കും. അങ്ങനെ ആ വചനം വെച്ചിട്ട് അന്നത്തെ ദിവസം തുടങ്ങുന്നത്. രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ലാതെ ദൈവം അവിടെ ഇരുത്തി എന്നെ പഠിപ്പിച്ചു. ഒരാളുടെ ഹെൽപ്പോ ഒരു സപ്പോർട്ടോ ഇല്ലാതെ 1 മാസം കൊണ്ട് എക്സാം എഴുതാനായിട്ട് ദൈവം സഹായിച്ചു. അതിൻ്റെ മധ്യത്തിൽ പിന്നെ അവിടെ ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചത്. കോവിഡ് ആയതുകൊണ്ട് 275 ക്വസ്റ്റ്യൻസ് സാധാരണ ക്വസ്റ്റ്യൻസ് അന്ന് ആറിൻ്റെ വരുന്നത്. പക്ഷേ ആ സമയത്ത് കോവിഡിന് ഒരുപാട് നേഴ്സസ് വേണ്ടിയതുകൊണ്ട്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങൾ വന്നതുകൊണ്ട്, നേഴ്സസിൻ്റെ ഷോർട്ടേജ് വന്നതുകൊണ്ട് അവർ ഈ ക്വസ്റ്റ്യൻ്റെ നമ്പേഴ്സ് അങ്ങ് കുറച്ചു. ഹല്ലേലൂയ. 130 ക്വസ്റ്റ്യൻസ്, അതിനകത്ത് 60 മിനിമം ക്വസ്റ്റ്യനും 130 മാക്സിമം ക്വസ്റ്റ്യനുമായിട്ട് അവരങ്ങ് കുറച്ചു. അപ്പോൾ അതെല്ലാം എനിക്ക് വേണ്ടി ചെയ്ത ഫേവറാണെന്ന് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുക. അപ്പോൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ 60 ക്വസ്റ്റ്യൻ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആവണം, ഈ 61 എന്നുള്ളൊരു നമ്പറിലേക്ക് ഞാൻ പോകരുത്. കാരണം എനിക്കങ്ങ് ഭയങ്കര ടെൻഷനും പാനിക് സിറ്റുവേഷനാണ്, അങ്ങ് ടെൻഷനുണ്ട് ശരിക്കും. അപ്പോൾ ഈ എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം, അതിനു മുമ്പൊക്കെ കുറേ ടെൻഷനൊക്കെ വന്നെങ്കിലും ഞങ്ങൾ ഒന്നിച്ച്, ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ച് കൈകോർത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ ദൈവം ആ വിഷയത്തിൽ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, എക്സാം എഴുതാൻ പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോയി. പക്ഷേ ദൈവം ആ തലേ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എങ്ങനെ പിറ്റേ ദിവസം പോയി എക്സാം എഴുതി. എനിക്ക് എക്സാം എഴുതാൻ പോകുന്നത് ഓർക്കുമ്പം തന്നെ ഭയം വരുക. പക്ഷേ ആ രാത്രിയിൽ എപ്പോഴോ എനിക്കറിയത്തില്ല, 23-ാം സങ്കീർത്തനത്തിൽ നിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നെന്നുള്ള വചനം എൻ്റെ തലയിലേക്ക് ആ എണ്ണ വന്ന് വീഴുന്നത് പോലൊരു അനുഭവം എനിക്ക് അന്ന് രാത്രിയിലുണ്ടായി. പിന്നെ രാവിലെ ഞാൻ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക, ഹസ്ബൻഡ് കൈ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചു. വചനമല്ലാതെ ഒന്നും ഒഴുകി വരുന്നില്ല, ഞങ്ങളുടെ വാക്കുകളൊന്നും ആ പ്രാർത്ഥനയിലില്ല, മുഴുവൻ വചനമാ. രാവിലെ എന്നെ കൊണ്ടുവിടാൻ ഹസ്ബൻഡ് വന്നു. ഞാൻ ഈ കിട്ടിയ വചനമെല്ലാം ഒരു പേപ്പറിൽ എഴുതി കാറിനകത്തിരുന്നപ്പോൾ ഞാനിത് പിന്നെ ഉരുവിട്ടു. എന്നിട്ട് അകത്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ, ഞാൻ വണ്ടിയിൽ തന്നെ വെച്ചിട്ട് ഞാൻ അകത്ത് കയറിപ്പോയി. ഏകദേശം 7 മണിയൊക്കെ ആയപ്പോൾ എന്നെ അകത്ത് കൊണ്ടുവിട്ട് ഒരു 10-11 മണി ആവുന്നതിന് മുൻപേ ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക, നീ എക്സാം എഴുതിയോ? കാരണം 60 ആയപ്പോഴത്തേന് എൻ്റെ കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. ഞാൻ ആ ഡെസ്കയിൽ കമന്ന് കടന്ന് ദൈവത്തോട് കരഞ്ഞു, യേശുവേ നീ എന്നെ എത്രമാത്രം അറിയുവാൻ ഞാൻ ഒന്നുമില്ല. ആ 60 എന്ന് പറഞ്ഞ നമ്പറിൽ വന്നപ്പോൾ സ്തോത്രം, കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ആയി. ഞാൻ കമന്ന് കടന്ന് പ്രാർത്ഥിച്ചു, കരഞ്ഞു. ഹസ്ബൻഡ് വിചാരിച്ചു ഞാൻ എക്സാം എഴുതിയില്ല, ഞാൻ എന്തോ ഇതിൽ തിരിച്ചു വന്നു. ഞാൻ എന്നോട് ചോദിച്ചു, നീ എക്സാം എഴുതിയോ? ഞാൻ പറഞ്ഞു എക്സാം കംപ്ലീറ്റ് ആയി അച്ഛാ, ഞാൻ പാസ്സാകുമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അയ്യോ നീ പറയണ്ട, പലവട്ടം നീ പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിപ്പോയാൽ എന്തോ ചെയ്യും, പറയണ്ട ആരോട്. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പാസ്സാകും അച്ഛാ. അങ്ങനെ ഞാൻ അങ്ങനെ
പലരെയും വിളിച്ചപ്പോഴും അവരോടെല്ലാം പറഞ്ഞു ഞാൻ പാസ്സാകും എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം അത് ഇറങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെക്ക് ചെയ്യുമ്പോൾ ഞാൻ പാസ്സായെന്നാണ് കണ്ടത്. ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്സായതൊന്നുമല്ല, ഇതിലൊന്നും അത്ഭുതകരമായിട്ട് പറയേണ്ട, ദൈവത്തെ ടേസ്റ്റ് ചെയ്യാനുള്ള ഒരവസരങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു ദൈവം. എൻ്റെ അപ്പച്ചനെ അറിയുവാൻ, എൻ്റെ വീണ്ടെടുത്ത കർത്താവിനെ അടുത്തറിയുവാനുള്ള ഒരു ഭാഗ്യം എൻ്റെ ജീവിതത്തിൽ തരികയായിരുന്നു. അതിനുശേഷം ഞാൻ ഇതിൽ കൂടെ എല്ലാം കടന്നു പോകുന്ന സമയത്ത് പിന്നെയും എനിക്ക് ബ്ലോക്കായി എൻ്റെ കാര്യങ്ങൾ. എനിക്ക് പിന്നെ ലൈസൻസ് കയ്യിൽ കിട്ടണമെങ്കിൽ എവിഡൻസ് ഓഫ് പ്രാക്ടീസ് എന്നുള്ള ഒരു സ്തോത്രം, ആ കാര്യം കൂടെ ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ എൻ്റെ ലൈസൻസ് കൈ കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ RPN ജോലി ചെയ്യുന്ന സമയത്ത് ഞാനൊരു സിസ്റ്ററുമായിട്ട് അവിടെ, എൻ്റെ ഒരു റിലേറ്റീവാണ്, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുമ്പം ഞാൻ പറഞ്ഞു ഇത് ദൈവം പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ അത്ഭുതകരം ചെയ്യും. അപ്പോൾ ദൈവം ഒരു വചനം എൻ്റെ ഹൃദയത്തിൽ തന്നു, ജോക്കേബത്തിനോട് ചെയ്തതുപോലെ ഞാൻ നിന്നോട് ചെയ്യും. ഹല്ലേലൂയ. അന്ന് വരെ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു ജോക്കേബത്തിനോട് എങ്ങനെയാ ദൈവം ചെയ്തതെന്ന്. ഞാൻ വചനത്തിൽ ചെന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാ പറഞ്ഞതേക്കുന്നത്. മോസസിന് വേണ്ടി, മോശയ്ക്ക് വേണ്ടി പാല് കൊടുക്കാനായിട്ട് വിളിക്കുമ്പോൾ ശമ്പളം കൂടെ ചേർത്ത് കൊടുത്തു. സ്തോത്രം. എനിക്ക് വേണ്ടി ഒരു വഴി ദൈവം ഇവിടെ തുറക്കുകയായിരുന്നു. ആ ഒരു വർഷം ആകുന്നതിന് മുൻപേ ദൈവം ഒരു വഴി തുറന്നു. എന്നോട് ദൈവാത്മാവ് ഇടപെട്ടു, ഒരു വർഷം അടുത്ത ഈ ആണ്ടാകുന്നതിന് മുമ്പ് ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അതുപോലെ ഇവിടെ ഒരു സ്തോത്രം ഒരു ഏജൻസി അതിനു മുൻപേ പ്രവർത്തിച്ചു. കോവിഡ് ആയതുകൊണ്ട് നേഴ്സസ് ഇല്ലാത്തതുകൊണ്ട് പാസ്സായി നിൽക്കുന്ന നേഴ്സസിനെ എല്ലാം അവർക്ക് എങ്ങനെയാണ് അവരെ എല്ലാം ഒന്ന് നേഴ്സായിട്ട് അവരെയൊക്കെ ജോലിക്ക് കയറ്റാൻ പറ്റുന്നതെന്ന് പറഞ്ഞ് ഇവിടെ ഒരു പ്രോഗ്രാം അവർ സ്റ്റാർട്ട് ചെയ്തു. സ്തോത്രം. അങ്ങനെ ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാനും അവിടെ നിന്ന് അതോടുകൂടെ ശമ്പളത്തോടുകൂടെ, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ യാതൊരു വഴിയുമില്ല, പക്ഷേ ഫുൾ സാലറി ോടുകൂടെ എനിക്ക് അവിടെ ജോലി ചെയ്ത് സ്തോത്രം ആ സമയങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ ദൈവം സഹായിച്ചു. എൻ്റെ കൂടെയുള്ള മാനേജേഴ്സ് 2 പേര്, 2 ഇടത്തേക്ക് എനിക്ക് പോകണമായിരുന്നു. ORലേക്കും പിന്നെ വാർഡിലെ ജോലി ഞാൻ താൽക്കാലികമായിട്ട് ചെയ്തെടുത്തും 2 പേരും എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എപ്പം വരുന്നോ അന്ന് നിൻ്റെ ഫുൾ ടൈം ജോബ് ഇവിടെ സെക്യൂറാണ്. ഞാൻ റിസൈൻ ചെയ്തിട്ടാണ് കടന്നു പോയത്. ഞങ്ങൾ വീട് വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ഒരു ദിവസം പോലും പൈസ മീറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഈ ജോലി റിസൈൻ ചെയ്തിട്ട് പോയാൽ എങ്ങനെയാ കാര്യങ്ങൾ. പക്ഷേ ഞാൻ ജോലി ചെയ്തതിനപ്പുറമായിട്ട് ദൈവം എനിക്ക് വേണ്ടിയുള്ള ശമ്പളവും എനിക്ക് വേണ്ടിയുള്ള വരുമാന മാർഗ്ഗങ്ങളെ ദൈവം ഉയർത്തി. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാ ഹോളിഡേയ്സിലും എനിക്ക് അവർ ജോലി ഇടും. അപ്പം മറ്റുള്ളവരൊക്കെ എന്നോട് ചോദിക്കും, അവർക്ക് ആർക്കും ജോലിയില്ല. ആ സമയത്ത് ഒരിക്കൽ പോലും പഠിക്കാൻ ചെല്ലുന്ന കുഞ്ഞുങ്ങൾക്ക് ഹോളിഡേയ്സിൽ അവർക്ക് കൊടുക്കത്തില്ല, കാരണം അവർക്ക് പേയിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ. സ്തോത്രം. മറ്റവർക്കൊന്നും ഇല്ല, എനിക്ക് തരും. അപ്പോൾ എന്നോട് ചോദിക്കും, നിനക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ഈ ഹോളിഡേയ്സിലും കൂടെ ജോലി? അപ്പം ഞാൻ പറയും, കർത്താവ് കരുതുന്നതാ, കാരണം എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയതാ. ഹല്ലേലൂയ. എല്ലാ ദിവസവും എനിക്ക് ജോലി. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പം എനിക്ക് സ്തോത്രം, ഞാനിത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപേ എൻ്റെ ലൈസൻസ് വന്നു. 2021 ജൂലൈ മാസം എൻ്റെ ലൈസൻസ് ലഭിക്കാനിടയായി. അന്ന് തൊട്ട് ആരനായിട്ട് ഓപ്പറേറ്റിംഗ് റൂമിൽ തന്നെ അന്ന് തൊട്ട് ഞാൻ ജോലി ചെയ്യുവാനും ദൈവം എന്നെ സഹായിച്ചു. ദൈവം എന്നെ നടത്തിയ വഴികളെ ഓർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. അന്ന് തൊട്ട് എൻ്റെ കർത്താവ് എനിക്ക് വചനത്തിൽ കൂടെ എന്നോട് സംസാരിക്കുന്നുണ്ട്. വചനത്തിൻ്റെ ആഴങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ഓരോ വചനങ്ങളും ഇതിൻ്റെ ആഴങ്ങളും മർമ്മങ്ങളും ഒക്കെ എന്നെ ദൈവം പഠിപ്പിച്ചതാ. ഹല്ലേലൂയ. ഇന്ന് വരെ നടത്തിയ ദൈവത്തിൻ്റെ കരുണയല്ലാതെ, ദൈവത്തിൻ്റെ ദയയല്ലാതെ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. പലവിധ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ദൈവം എല്ലാം നന്നായി ചെയ്യുന്ന ദൈവത്തിൻ്റെ കാര്യങ്ങളില്ല. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളുണ്ട്, അവരൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനു വേണ്ടി സമയം തന്ന ആ സാദി ചാനലിനോടും പാസ്റ്റർ ഫിന്നിയോടും സിസ്റ്റർ ഷാൻഡിയോടും ഉള്ള എല്ലാ നന്ദിയും ഹല്ലേലൂയ അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ചാനലിനെ ദൈവം അനുഗ്രഹിക്കണം. ഇതിനുവേണ്ടി ദൈവത്തിന് എല്ലാ മാനവും മഹത്വവും പുകഴ്ചയും ആരാധനയും കർത്താവിന് അർപ്പിക്കുന്നു. ആമേൻ. കർത്താവിന് സ്തോത്രം. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ വചനമാണ് ജീവിതത്തിൽ ഒത്തിരി ക്രിയ ചെയ്തത്, അല്ലേ? നമ്മൾ ആ ഒരു പരിശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ വേദപുസ്തകത്തിൽ തന്നെ വചനത്തെക്കുറിച്ച് പറയുന്നത്, വചനം അത് പ്രാണനെ തണുപ്പിക്കുന്നതാണ്, അത് നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, കാലിന് ദീപമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ ഒരു ശക്തി, ഒരു ഹൃദയം ക്ഷീണിച്ചിരിക്കുമ്പോൾ
ഹൃദയത്തെ തണുപ്പിക്കുന്ന ഒരു അനുഭവം, വചനം അകത്തേക്ക് ഒഴുകി വരുന്ന ഒരു അനുഭവം. എന്നെ കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും പറയാനുള്ളത്, ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഏത് ഡിപ്രഷനെയും ഏത് ടെൻഷനെയും അതിജീവിക്കാൻ പറ്റും. പലപ്പോഴും ഈ ഡിപ്രഷനാണെന്നൊക്കെ പറഞ്ഞ് പ്രയർ റിക്വസ്റ്റ് പറയുന്നവരോട് ഞാൻ പറയാറുണ്ട്, ദൈവമക്കൾക്ക് ഡിപ്രഷൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അവരുടെ കയ്യിൽ ഈ വേദപുസ്തകം ഉള്ളതുകൊണ്ടാണ്, മറ്റൊന്നുമല്ല. ഈ വേദപുസ്തകം ഉള്ളതുകൊണ്ട് വേദപുസ്തകവും വായിക്കുകയും വേദപുസ്തകത്തിലെ വാഗ്ദത്തങ്ങൾ സ്വന്തം വാഗ്ദത്തങ്ങളായി കരുതുകയും ചെയ്യുന്നവർക്ക് ഒരു കാരണവശാലും ഡിപ്രഷൻ ഉണ്ടാകത്തില്ല. ഉണ്ടായാൽ തന്നെ വചനം എടുത്ത് വായിക്കുമ്പോൾ വചനം അതിനെ ഓവർകം ചെയ്യാനുള്ള മെഡിസിനായിട്ട് മാറും. ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. ആയിരക്കണക്കിന് വാഗ്ദത്തങ്ങളല്ലേ വേദപുസ്തകത്തിലുള്ളത്. അത് ഓരോ പ്രോമിസും നമ്മുടെ പ്രോമിസാണ്. പ്രിയപ്പെട്ട ഡിനി സിസ്റ്ററെ കർത്താവ് നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുകളിലും നമ്മളറിയാതെ തന്നെ ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷനും ദൈവത്തിൻ്റെ കരുതലും ഒക്കെയുണ്ട്. ഈ വചനം പറയുന്നത്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന്. അതായത് നമ്മളറിയില്ല, ഒരുപക്ഷെ നമുക്ക് തിന്മയെന്ന് തോന്നുന്ന വിഷയങ്ങളിൽ പോലും ദൈവത്തിൻ്റെ ഒരു നന്മയുണ്ട്, ദൈവത്തിൻ്റെ നടത്തിപ്പുണ്ട്. ദൈവം കുറേ കഴിയുമ്പോഴേ നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാകത്തുള്ളൂ, അവിടെ എല്ലാം ദൈവം നമ്മുടെ കൂടെ നടക്കുകയായിരുന്നു. കർത്താവ് ധാരാളമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. വിട്ടുപോയ എന്തെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ പറയാം കേട്ടോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ. വഴികളുണ്ട്, കുഞ്ഞുങ്ങളെയൊക്കെ നടത്തി. എൻ്റെ ഇളയ മോന് കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ്, ഞാനന്നേരം ജോലിയിലാണ്, ദുബൈ വെച്ചാ ഏറ്റവും ഇളയ മോന്. അപ്പോൾ അവന് 3-4 മാസം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അതൊരു ചെറിയ അനുഭവമാണ്. അപ്പോൾ ഞാൻ ജോലിയിലാണ്. അപ്പോൾ രാത്രി ഈവനിങ് ഷിഫ്റ്റ് ആയിരുന്നു എനിക്ക്. ഹസ്ബൻഡ് ഇച്ചിരി ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വരാം മോനെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡ് മൂത്ത മോനെ ഒന്ന് ആക്കിയിട്ട്, മോനെ കതവ് അടയ്ക്കില്ല, മോനെ അകത്ത് പോയി ഉറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട്, അടുത്ത് തന്നെയാണ് ആ ഷോപ്പ്. അപ്പം പെട്ടെന്ന് പോയി ആ സാധനം വാങ്ങിച്ചുകൊണ്ട് കഴിക്കാനുള്ള സാധനം, മമ്മി ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേന് നമുക്ക് ഒന്നിച്ച് കഴിക്കാമെന്ന് പറഞ്ഞു ഹസ്ബൻഡ് പെട്ടെന്ന് വാങ്ങിക്കാൻ പോയി. തിരിച്ചു വരുമ്പം കുഞ്ഞു ഭയങ്കരമായിട്ട് കരയുന്നതാണ് കേൾക്കുന്നത്, വെളിയിൽ നിന്ന് കേൾക്കുന്നത്, അല്ലറി കരയുന്നതാണ് കേൾക്കുന്നത്. പക്ഷേ ഇവനെ വിളിച്ചിട്ട് ഇവൻ കതവും തുറക്കുന്നില്ല. അപ്പോൾ കതക് ലോക്ക് അകത്തുനിന്ന് ഇട്ടത് കൊണ്ട് ഹസ്ബൻഡ് പുറത്തുനിന്ന് തുറക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഓടി ഹസ്ബൻഡ് പുറത്തിറങ്ങി ഓടി ഈ ഡോറ് ലോക്ക് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരുടെ ഷോപ്പിലേക്ക് ഓടി ചെല്ലുമ്പം അവർ ക്ലോസ് ചെയ്ത് പുറത്തോട്ട് ഇറങ്ങി നിൽക്കുക. ഷോപ്പ് ക്ലോസ് ചെയ്ത് പുറത്ത് വീട്ടിൽ പോകാൻ വേണ്ടി. ഹസ്ബൻഡ് പറഞ്ഞു, നിങ്ങൾ പോകല്ലേ, ഞാനൊരു വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്, എൻ്റെ കുഞ്ഞകത്ത് കരയുക, എനിക്ക് കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അവനെ അപ്പോൾ കട്ടിലേക്ക് കടത്തിയിട്ടാണ് പോയി. അവൻ കൊച്ചു സ്ഥാന ഒരു കട്ടിലാണ്. അവനെ തൊട്ടിലേക്ക് കടത്തി അവൻ ചിലപ്പം ഇതാവും, രാത്രി മീൻസ് പകൽ ആ സമയത്ത് ഉണർന്നു കഴിഞ്ഞാൽ അവൻ തന്നെയാണെന്നുള്ളൊരു ഇത് വരും. അത് സൈഡിൽ സപ്പോർട്ടൊക്കെ വെച്ച് ഹസ്ബൻഡ് താഴെ എല്ലാം ബ്ലാങ്കറ്റെല്ലാം ഇട്ടിട്ടാണ് കുഞ്ഞിനെ കടത്തി. അപ്പോൾ അവൻ ഈ കരയുന്ന ഒച്ച കേട്ടിട്ട് ഓടി വന്നതാ ഞാൻ. അവൻ താഴെ വീണോന്ന് എനിക്കറിയത്തില്ല, എന്ത് സംഭവിച്ചെന്ന് അറിയില്ല, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഈ ഡോറൊന്ന് ലോക്ക് ഒന്ന് ഓപ്പൺ ആക്കി തരണം, എനിക്ക് അകത്ത് കയറാൻ ഒരു രക്ഷയില്ല. അങ്ങനെ പറഞ്ഞ് അവരെ ഓടിച്ച് കൊണ്ടുവന്ന് അവർ ഈ ഡോറ് അൺലോക്ക് ചെയ്ത്, മീൻസ് എല്ലാം മൊത്തം അവർ ഊരിയെടുക്കുക ചെയ്ത്, കാരണം അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മീൻസ് ഇത് തുറന്ന് ഓടി ഹസ്ബൻഡ് കുഞ്ഞിൻ്റെ ആ ബെഡിൻ്റെ അടുത്തേക്ക് വരുമ്പം അവൻ താഴെ കടന്ന് ഉറങ്ങുന്ന, ആ ബ്ലാങ്കറ്റിൻ്റെ പുറത്ത് കടന്ന് ഉറങ്ങുന്ന ഒരനുഭവമാണ് കാണുന്നത്. കാരണം പുറത്ത് അവിടെ വരുമ്പം ഒന്നും ശബ്ദം കേൾക്കുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചു, എൻ്റെ കുഞ്ഞിന് എന്ത് പറ്റി, അവൻ ജീവനോട് പോലും ഉണ്ടോ, കാരണം കുഞ്ഞാ, എന്തെങ്കിലും പറ്റിയോ എന്നുള്ള ഭയത്തോടെയാണ് വന്നെടുക്കുന്നത്. അപ്പോൾ ആ ബ്ലാങ്കറ്റിൻ്റെ പുറത്ത് കുഞ്ഞ് കടന്ന് ഉറങ്ങുന്ന ഒരു അനുഭവമാണ് ഹസ്ബൻഡ് കണ്ടത്. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലനം ഒരുപാടുണ്ട് ഇങ്ങനെ. എൻ്റെ രണ്ടാമത്തെ മോന് കാനഡ വന്ന സമയത്ത് അവന് ഇപ്പം ഈ സ്ലിപ്പറി ആയിരുന്നു പിന്നെ റോഡെല്ലാം. അവനൊന്ന് ഹസ്ബൻഡ് പിന്നെ വണ്ടി പാർക്ക് ചെയ്തത് ഓപ്പോസിറ്റ് പാർക്കിംഗ് ലോട്ടിലായിരുന്നു ചെയ്തത്. അപ്പോൾ അവനിങ്ങനെ ഓടി വരികയും ഈ ഐസിൻ്റെ പുറത്ത് വന്ന് ഇതായത് സ്നോ ആയതുകൊണ്ട് ഐസിൻ്റെ പുറത്തേക്ക് കാല് ചവിട്ടി അവങ്ങ് സ്ലിപ്പായി ഇങ്ങനെ അങ്ങ് താഴേക്ക് വീഴുക ചെയ്തത്. അപ്പോൾ ആ സ്ലിപ്പായി ഇങ്ങനെ വരികയും അവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ വരികയും അവൻ ശരിക്കും കിടക്കുന്ന വണ്ടിയുടെ കീഴിൽ, ശരിക്കും വണ്ടിയുടെ അടിയിലാണ് അവന്, അവൻ്റെ ഹിപ്പ് തൊട്ട് താഴോട്ട് അവൻ്റെ വണ്ടിയുടെ അടിയിലാണ്. പക്ഷേ ആ ഡ്രൈവർ ഒരു ഇച്ചിരി കൂടെ അനക്കിയിരുന്നെങ്കിൽ
അവൻ്റെ ദേഹത്തൂടെ വണ്ടി ഇതായി കഴിഞ്ഞേനെ. അപ്പോൾ അവിടെ ആ ഡ്രൈവർ ശ്വാസം പിടിച്ച് വണ്ടി പെട്ടെന്ന് ഇത് മീൻസ് ബ്രേക്ക് ചെയ്യാനിടയായി തീർന്നു. അപ്പോൾ അവനെ അവിടെ നിന്ന് ദൈവം വിടുവിച്ച ദൈവത്തിൻ്റെ വൻകരം. അങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ ദൈവം ഞങ്ങളെ നടത്തിയ വഴികളെ പറഞ്ഞ് അറിയിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം വഴികൾ കൂടെ ദൈവം ഞങ്ങളെ നടത്തിയിട്ടുണ്ട്. ഒരുപാടുണ്ട്. ഇതാണ് 2 കാര്യങ്ങളാണ് ആഡ് ചെയ്യാനുണ്ടായിരുന്നത്. താങ്ക് യു. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സിസ്റ്ററെ, നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ചുരുക്കമായിട്ടൊന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ആമേൻ. ഹല്ലേലൂയ. സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു അപ്പാ. അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാൻ യാതൊരു യോഗ്യതയുമില്ലായിരുന്നു ഞങ്ങളെ അങ്ങ് മക്കളായി അവകാശികളാക്കി തീർത്ത അങ്ങയുടെ സ്നേഹത്തിനായി നന്ദിയോടങ്ങി സ്തുതിക്കുന്നു അപ്പാ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ മക്കളായ അടിയങ്ങൾക്കും അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ആസാദി ചാനലിനെ ദൈവമേ അങ്ങ് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. പാസ്റ്റർ ഫിന്നിക്കായി സിസ്റ്റർ ഷാൻഡിക്കായി പ്രാർത്ഥിക്കുന്നു. അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ കുടുംബമായി ഏൽപ്പിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങൾക്ക് തരുന്ന എല്ലാ അവസരങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല കർത്താവേ. അങ്ങയുടെ നാമത്തിലും അങ്ങിലും അല്ലാതെ ഞങ്ങൾക്കൊന്നും പറയുവാനില്ല കർത്താവേ. നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ആമേൻ. അവർക്ക് കൊടുത്ത കുഞ്ഞുങ്ങളെ 2 പേരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളെ, സഹോദരങ്ങളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തന്ന നല്ല സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. ഈ കേൾക്കുന്നത് കർത്താവേ, അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, അങ്ങയുടെ നാമം ഉയർത്തപ്പെടുവാൻ ഹല്ലേലൂയ അങ്ങ് സഹായിക്കണമേ. ആഴത്തിൽ ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങ് തന്ന നല്ല സമയത്തിനായി സ്തോത്രം കർത്താവേ. തിരുനാമം മഹത്വത്തിന് വേണ്ടി തീരേണ്ടതിന് സകലവും ഇടയാക്കണം. എല്ലാം താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിൻ്റെ കൂട്ടായ്മ സഹവാസം കാവൽ നമ്മളെല്ലാവരുടെ മേലും, പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു നിന്ന് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ അഡീന സിസ്റ്റർ മേൽ, തൻ്റെ കുടുംബത്തിന്മേൽ ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും മടങ്ങട്ടെ. ആമേൻ, ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. സിസ്റ്ററെ, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം അനേകർക്ക് ഇതൊരു ഉത്തേജനമാകട്ടെ. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് അത് ഒരു പക്ഷേ ഈ പറഞ്ഞതുപോലെ RNO മറ്റ് MOH ഒക്കെ എഴുതുന്നവരാകാം. അവർക്കൊക്കെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ജീവിത പാഠമായി തീരട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുക. ദൈവം സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സിസ്റ്റർ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയ സിസ്റ്റർ സാക്ഷി നമ്മൾ കേട്ടത് കർത്താവിനോട് കൂടുതൽ പറ്റിയിരിക്കാൻ, കൂടുതൽ അടുത്തറിയാൻ കർത്താവ് പ്രിയ സിസ്റ്ററെ അനുവദിച്ച അതിനുള്ള അവസരങ്ങൾ ഒരുക്കിയ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പിന്നെയും ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഓൾ ഹാവ് എ വണ്ടർഫുൾ ടൈം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു.